Hi. So today district administration since independence എന്ന നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ ഫൈനൽ ക്ലാസ് ആയിരിക്കും. സോ കഴിഞ്ഞ രണ്ട് ക്ലാസ്സുകളിലായിട്ട് നമ്മൾ എന്താണ് ഡിസ്ട്രിക്റ്റ് അഡ്മിനിസ്ട്രേഷൻ്റെ കീ ആയിട്ടുള്ള ഡിസ്ട്രിക്ട് കളക്ടർ ആരാണ്, അദ്ദേഹം എന്താണ് ചെയ്യുന്നത്, വാട്ട് വാസ് ഹിസ് റോൾ സിൻസ് ഇൻഡിപെൻഡൻസ്, ബിഫോർ ഇൻഡിപെൻഡൻസ്, എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു പോസ്റ്റ് ഇവോൾവ് ചെയ്ത് വന്നത്, ചേഞ്ചിങ് റോൾ ഓഫ് കളക്ടർ എന്താണ്. സോ ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ രണ്ട് ക്ലാസ്സുകളിലായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ ഇതിൻ്റെ എല്ലാം ഒരു എൻഡ് നോട്ടായിട്ട് ഡിസ്ട്രിക്ട് കളക്ടറിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണ്, അദ്ദേഹം നേരിടേണ്ടി വരുന്ന ചാലഞ്ചസ് എന്തൊക്കെയാണ്, ആൻഡ് ഫർദർ അത് മെച്ചപ്പെടുത്താനായിട്ടുള്ള കുറച്ച് റെക്കമെൻഡേഷൻസ്. സോ ഇതായിരിക്കും ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ടുഡേയ്സ് ക്ലാസ്. ആദ്യം തന്നെ നമ്മൾ സിഗ്നിഫിക്കൻസ് ഓഫ് ഡിസ്ട്രിക്ട് കളക്ടറാണ് കവർ ചെയ്യുന്നത്. ഓക്കെ, സോ ഡി സിയുടെ സിഗ്നിഫിക്കൻസിനെ നമ്മൾ പല ഡയമെൻഷൻസിലായിട്ടായിരിക്കും കവർ ചെയ്യാം. ഓക്കെ, നമ്മൾ പല ആംഗിളിൽ നിന്ന് നോക്കി അദ്ദേഹത്തിൻ്റെ ഇമ്പോർട്ടൻസ് എങ്ങനെയൊക്കെയാണ് വരുന്നതെന്ന് നമ്മൾ കാണും. സോ ഫസ്റ്റ് ഓഫ് ഓൾ വി ആർ ഗോയിങ് ഫോർ അഡ്മിനിസ്ട്രേറ്റീവ് സിഗ്നിഫിക്കൻസ്. ഓക്കെ, അഡ്മിനിസ്ട്രേഷൻ ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് ഉള്ള സിഗ്നിഫിക്കൻസ് എന്തൊക്കെയാണ്, അദ്ദേഹത്തിൻ്റെ ഇമ്പോർട്ടൻസ് ഇൻ ദ ഡയമെൻഷൻ ഓഫ് അഡ്മിനിസ്ട്രേഷൻ എന്നാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ദ ഫസ്റ്റ് പോയിൻ്റ് ഇസ് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ഗവൺമെൻറ് സ്കീംസ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്, സെൻട്രൽ ഗവൺമെൻറ് ആയാലും സ്റ്റേറ്റ് ഗവൺമെൻറ് ആയാലും നമ്മുടെ ഗവൺമെൻറ് ആൾക്കാർക്ക് വേണ്ടിയിട്ട്, ജനങ്ങൾക്ക് വേണ്ടിയിട്ട് കുറേ സ്കീംസും പോളിസീസും എല്ലാം കൊണ്ടുവരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഈ സ്കീമും പോളിസി എല്ലാം ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ടെന്ന് എൻഷുർ ചെയ്യേണ്ടത് ആരാണ്? നമ്മുടെ ഡി സിയുടെ നേതൃത്വത്തിലാണ്. ഓക്കെ, സോ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ടോ, അത് പ്രോപ്പറായിട്ടാണോ ചെയ്യുന്നത്, ഇത് നോക്കുക. ഓക്കെ, ഒരു എക്സാമ്പിൾ പറയുക വെച്ചാൽ നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു സ്കീമാണ് MGNREG, മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി ആക്ട്. ഓക്കെ, നമ്മൾ കോമൺലി നമ്മൾ തൊഴിലുറപ്പ് പദ്ധതി എന്നാണ് അതിനെ വിശേഷിപ്പിച്ച് കേൾക്കുന്നത്. സോ ഈ തൊഴിലുറപ്പ് പദ്ധതി എല്ലായിടത്തും നടപ്പാക്കുന്നുണ്ടോ, ലൈക്ക് എല്ലാ ഏരിയാസിലും നടപ്പാക്കുന്നുണ്ടോ, അതിനായിട്ട് അലോക്കേറ്റ് ചെയ്ത ഫണ്ട് അതിന് വേണ്ടിയിട്ട് തന്നെയാണോ ഉപയോഗിക്കുന്നത്, അത് വേറെ എന്തെങ്കിലും മറിച്ചോ, അല്ലെങ്കിൽ അതിന് പ്രോപ്പറായിട്ടത് അർഹിക്കേണ്ടവർക്കാണോ അത് കിട്ടുന്നത്, ലൈക്ക് ജോലിയുള്ള ആൾക്കാർക്കാണോ, രാവിലെ തൊട്ട് അല്ല വെച്ചാൽ നമ്മളിപ്പോൾ എന്താ പറയുക, മോർണിംഗ് തൊഴിലുറപ്പിന് 10 മണി വരെ വന്നിട്ട് അറ്റൻഡൻസ് രേഖപ്പെടുത്തിയിട്ട് ഓഫീസ് വർക്കിന് പോകണം, അങ്ങനെ ഉടായ്പ പരിപാടിയൊക്കെ ഉണ്ട്. ലൈക്ക് അത് ആവശ്യക്കാർക്കാണോ അതിൻ്റെ ബെനിഫിറ്റ്സ് കിട്ടുന്നത് എന്ന് എൻഷുർ ചെയ്യുക. ആൻഡ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ, പിന്നെ അത് ചെയ്യുന്നത് കൊണ്ട് വല്ല ഉപകാരമുണ്ട്, ലൈക്ക് അവർ ചെയ്യുന്ന പ്രോഗ്രാം അല്ലെങ്കിൽ അവർ ചെയ്യുന്ന വർക്ക് കൊണ്ട് നാടിന് എന്തെങ്കിലും ഗുണമുണ്ടോ, അല്ലെങ്കിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഗുണമുണ്ടോ എന്ന്. സോ ഈ വക രീതിയിലുള്ള കാര്യങ്ങൾക്ക് അന്വേഷിച്ച് പ്രോപ്പറായിട്ടാണ് പോളിസീസും സ്കീംസും എല്ലാം ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ടത് എന്ന് എൻഷുർ ചെയ്യേണ്ടത് ആരാണ്? ഡി സി ആണ്. സോ ദാറ്റ് ഈസ് ദ ഫസ്റ്റ് സിഗ്നിഫിക്കൻസ്. ഓക്കെ, ദ നെക്സ്റ്റ് വൺ ഈസ് കോർഡിനേഷൻ ഓഫ് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ്സ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നു, പോസ്റ്റ് ഇൻഡിപെൻഡൻസ് ഒത്തിരിയേറെ ഡിപ്പാർട്ട്മെൻറ്റ്സ് പൊങ്ങി വന്നതായിട്ട് നമ്മൾ കണ്ടെന്ന്. ലൈക്ക് പബ്ലിക് വർക്ക്സ് ഡിപ്പാർട്ട്മെൻറ്റ് വന്നു, ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ്, എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ്, അങ്ങനെ ഒത്തിരി ഡിപ്പാർട്ട്മെൻറ്റ്സ് നമുക്ക്, റവന്യൂ, ഒത്തിരി ഡിപ്പാർട്ട്മെൻറ്റ്സ് നമുക്ക് പൊങ്ങി വരുന്നതായിട്ട് കാണാൻ സാധിക്കാം. സോ ഇവർ തമ്മിലുള്ള ഒരു കോർഡിനേഷൻ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു എക്സാമ്പിൾ പറയുക വെച്ചാൽ നമ്മൾ ട്രിവാൻഡ്രത്തൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പബ്ലിക് വർക്ക്സ് ഡിപ്പാർട്ട്മെൻറ്റ് വന്നിട്ട് റോഡൊക്കെ നല്ല വൃത്തിയായിട്ട് ടാർ ചെയ്തിട്ട് പോവും. PWDക്കാർ വന്നിട്ട് അതിൻ്റെ പുറകെ ആര് വരും? വാട്ടർ അതോറിറ്റിക്കാർ വന്നിട്ട് അവിടെ കുഴിച്ചിട്ടിട്ട് കുഴിയൊക്കെ ഇട്ട് പോകും. സോ ദിസ് ഇസ് കോമൺ ഇൻ ട്രിവാൻഡ്രം. അതെന്തുകൊണ്ടാണ്? ലൈക്ക് ഇറ്റ്സ് ലാക്ക് ഓഫ് കോർഡിനേഷൻ ബിറ്റ്വീൻ ദോസ് 2 ഡിപ്പാർട്ട്മെൻറ്റ്സ്. സോ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വരാതെ കോർഡിനേഷൻ പ്രോപ്പറായിട്ട് എൻഷുർ ചെയ്യുക എന്നുള്ളത് ആരുടെ ഡ്യൂട്ടിയാണ്? ലൈക്ക് അത് ആരുടെ റോളാണ്? ഡിസ്ട്രിക്ട് കളക്ടറുടെ റോളാണ്. മിക്ക സ്ഥലങ്ങളിലും ഡിസ്ട്രിക്ട് കളക്ടേഴ്സ് അത് ചെയ്യുന്നുണ്ട്. ലൈക്ക് അവിടെ എന്തെങ്കിലും പ്രോബ്ലംസ് ഒക്കെ വരുമ്പോഴാണ് ഇങ്ങനത്തെ കോർഡിനേഷൻ ഇഷ്യൂസ് വന്നിട്ട് അത് പ്രശ്നങ്ങളിലേക്ക്. സോ ഇറ്റ് ലീഡ്സ് ടു വേസ്റ്റ് ഓഫ് ടൈം, എഫോർട്ട്, മണി ആൻഡ് ഓൾസോ ആക്സിഡൻറ്റ്സ്. ഓക്കെ, നമുക്ക് ഒത്തിരി കാണാൻ സാധിക്കുന്നുണ്ട് ന്യൂസിലൊക്കെ. സോ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ്സ് തമ്മിലുള്ള കോർഡിനേഷൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്, ആൻഡ് അത് എൻഷുർ ചെയ്യേണ്ട റോൾ ആരുടെയാണ്? ഡിസ്ട്രിക്ട് കളക്ടറിൻ്റെ ആണ്. ഓക്കെ, തേർഡ് വൺ ഇസ് ലാൻഡ് റവന്യൂ കളക്ഷൻ. നമുക്കറിയാം കളക്ടർ പിച്ച വെച്ച് തുടങ്ങിയത് റവന്യൂ കളക്ഷൻ ചെയ്താണ്. സോ അദ്ദേഹത്തിൻ്റെ ഭയങ്കര ട്രഡീഷണൽ ആയിട്ടുള്ള റോളാണ്, ആൻഡ് സ്റ്റിൽ ഹീ ഈസ് ഡൂയിങ് ദാറ്റ്. റവന്യൂ കളക്ട് ചെയ്യുക, ലാൻഡ് റെക്കോർഡ്സ് ഒക്കെ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക, അത് മെയിൻറ്റെയിൻ ചെയ്യുന്നത് എൻഷുർ ചെയ്യുന്നത്, പിന്നെ എല്ലാം പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക, എല്ലാം കറക്റ്റായിട്ട് കളക്ട് ചെയ്യുക, ഇതൊക്കെ നോക്കുന്നത് ആരാണ്? ഡിസ്ട്രിക്ട് കളക്ടറാണ്. ഒരു ഓവറോൾ സൂപ്പർവൈസറി റോൾ. ഓക്കെ, ആൻഡ് ദ ഫോർത്ത് വൺ ഇസ് ലാൻഡ് റിഫോംസ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ.
നമുക്കറിയാം പോസ്റ്റ് ഇൻഡിപെൻഡൻസ് ലാൻഡ് റിഫോംസ് കൊണ്ടുവന്നിരുന്നു. സോ ലാൻഡ്ലെസ് ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. സോ ഇതിന് റിലേറ്റഡ് ആയിട്ടുള്ള ലോസ്, ഈ ലാൻഡ് റിഫോം ലോസും റൂൾസും എല്ലാം ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ട ഡ്യൂട്ടി ആരുടെയാണ്? ഡിസ്ട്രിക്ട് കളക്ടറിൻ്റെ ഡ്യൂട്ടിയാണ്. ആൻഡ് ഹീ ഈസ് ദ മെയിൻ പേഴ്സൺ ഇൻ ഇംപ്ലിമെൻറ്റിങ് ദാറ്റ്. ഓക്കെ, സോ ഇതാണ് അഡ്മിനിസ്ട്രേറ്റീവ് സിഗ്നിഫിക്കൻസ് ആയിട്ട് നമുക്ക് പറയാനുള്ളത്. സോ സ്കീംസ് ഇംപ്ലിമെൻറ്റ് ചെയ്യുക, ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ്സ് തമ്മിലുള്ള കോർഡിനേഷൻ എൻഷുർ ചെയ്യുക, ലാൻഡ് റവന്യൂ കളക്ഷൻ നടത്തുക, ആൻഡ് ലാൻഡ് റിഫോംസ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ലോസും കാര്യങ്ങളും റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും ഇംപ്ലിമെൻറ്റ് ചെയ്യുക. സോ ദാറ്റ് ഈസ് ഓൾ ഫോർ ദ അഡ്മിനിസ്ട്രേറ്റീവ് സിഗ്നിഫിക്കൻസ്. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് ഡയമെൻഷൻ ഇസ് ജുഡീഷ്യൽ ആൻഡ് ലോ ആൻഡ് ഓർഡർ സിഗ്നിഫിക്കൻസ്. സോ ജുഡീഷ്യൽ ലെവലിലും ലോ ആൻഡ് ഓർഡർ ലെവലിലും എന്താണ് സിഗ്നിഫിക്കൻസ് എന്നാണ് നമ്മൾ അടുത്തത് നോക്കി കാണാൻ പോകുന്നത്. ഓക്കെ, നമുക്കറിയാം ഡിസ്ട്രിക്ട് കളക്ടറിന് നമ്മൾ ജുഡീഷ്യൽ ഫങ്ഷൻസ് ചെയ്യുന്നതുകൊണ്ട് ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് എന്നും നമ്മൾ വിളിക്കാറുണ്ട്. വൈ? ബിക്കോസ് ലോ ആൻഡ് ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഡ്യൂട്ടി ഇറ്റ് ഈസ് ഓൾസോ പാർട്ട് ഓഫ് ഹിസ് ജോബ്. ഓക്കെ, ലോ ആൻഡ് ഓർഡർ മെയിൻ്റനൻസ് ഡിസ്ട്രിക്ട് കളക്ടറിൻ്റെ കൂടിയും ഒരു ഡ്യൂട്ടിയാണ്. ഓക്കെ, സോ ലോ ആൻഡ് ഓർഡർ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് പോലീസ് ഫോഴ്സിനെ സൂപ്പർവൈസ് ചെയ്യാനുള്ള പവർ ഡിസ്ട്രിക്ട് കളക്ടർക്കുണ്ട്. പിന്നെ എമർജൻസി, എന്തെങ്കിലും പെട്ടെന്നൊരു എമർജൻസിയൊക്കെ വരിക വെച്ചാൽ ആ സമയത്ത് ഓർഡേഴ്സ് ഇഷ്യൂ ചെയ്യാനായിട്ട്, പിന്നെ പബ്ലിക് സെക്യൂരിറ്റിയുടെ ചീഫ് ഓഫീസറായിട്ട് ആക്ട് ചെയ്യാനായിട്ട്, പിന്നെ അത് മാത്രമല്ല പുള്ളിക്കാരന് ഡിസ്ട്രിക്ട് കളക്ടർക്ക് കർഫ്യൂസ് ഇമ്പോസ് ചെയ്യാനും അസംബ്ലി റെസ്ട്രിക്റ്റ് ചെയ്യാനും പ്രിവെൻറ്റീവ് മെഷേഴ്സൊക്കെ എടുക്കാനായിട്ടുള്ള റൈറ്റ്സ് ഉണ്ട്. നമ്മൾ കോവിഡിൻ്റെ ടൈമിലൊക്കെ കണ്ടിരുന്നു കർഫ്യൂ വന്നതും കൂട്ടം കൂടരുതെന്നൊക്കെ റൂൾസൊക്കെ വന്നതൊക്കെ. സോ ഇങ്ങനെ എമർജൻസി ടൈമിൽ അല്ലെങ്കിൽ പബ്ലിക് പീസ് ആൻഡ് ഓർഡറിനെ ബാധിക്കുന്ന രീതിയിൽ എന്തെങ്കിലും ഇഷ്യൂസൊക്കെ വരിക വെച്ചാൽ ആ സമയത്ത് ഓർഡേഴ്സ് ഇറക്കാനും കർഫ്യൂ ഇറക്കാനും അതൊക്കെ ചെയ്യാനായിട്ടുള്ള റൈറ്റ്സ് ആർക്കുണ്ട്? റൈറ്റുള്ള പവർ ആർക്കുണ്ട്? ഡിസ്ട്രിക്ട് കളക്ടർക്കുണ്ട്. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ ജുഡീഷ്യൽ ഫങ്ഷൻ. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് ക്രൈസിസ് മാനേജ്മെൻറ്റ്. എന്തെങ്കിലും ഒരു ക്രൈസിസ് ഉണ്ടാവുകയാണ്, ക്രൈസിസ് ഇൻ ദ സെൻസ് റയറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും കമ്മ്യൂണൽ ടെൻഷൻസോ അല്ലെങ്കിൽ ഒരു പബ്ലിക് അൺട്രസ്റ്റ്, ജനങ്ങൾ പ്രതിഷേധിക്കുന്ന സിറ്റുവേഷൻസ്, ഒരു പ്രശ്നം ഉണ്ടാവുക വെച്ച് കഴിഞ്ഞാൽ അവിടെ ഡിസ്ട്രിക്ട് കളക്ടറിൻ്റെ റോള് ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് എന്ന രീതിയിലുള്ള റോള് അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. 2002 ഗുജറാത്തിലൊരു റൈറ്റ് ഉണ്ടായിരുന്നു, 2002 ഗുജറാത്ത് റൈറ്റ്സ് എന്ന് വിളിക്കപ്പെടുന്നത്. സോ ആ സമയത്തെല്ലാം ഡിസ്ട്രിക്ട് കളക്ടർ ആ ഒരു ക്രൈസിസ് സോൾവ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അത് കാം ഡൗൺ ചെയ്യാനായിട്ട് പോലീസ് ഫോഴ്സായിട്ട് കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് എടുത്ത ഡ്യൂട്ടീസ് അല്ലെങ്കിൽ എടുത്ത റോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ അവിടുത്തെ പ്രശ്നങ്ങളൊന്ന് ഒതുക്കി തീർക്കാനായിട്ട് പോലീസിൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ട് ഡിസ്ട്രിക്ട് കളക്ടർ നല്ല രീതിയിൽ ഒരു ഫങ്ഷൻ ചെയ്തിരുന്നു അവിടെ. സോ ദാറ്റ് ഈസ് ഫോർ ക്രൈസിസ് മാനേജ്മെൻറ്റ്. നെക്സ്റ്റ് പോയിൻ്റ് ഈസ് ജുഡീഷ്യൽ ഓവർസൈറ്റ്. നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നു നമ്മുടെ ഡിസ്ട്രിക്റ്റിൽ ജയിലിൻ്റെ സൂപ്പർവൈസർ ആരാണെന്ന്, ഡിസ്ട്രിക്ട് കളക്ടറാണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. സോ ദാറ്റ് ഈസ് ഹിയർ നമ്മുടെ ഡിസ്ട്രിക്ട് കളക്ടർ ആയിരിക്കും ഒരു ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് എന്ന നിലയിൽ ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റമൊക്കെ പ്രോപ്പറായിട്ടാണോ ഫങ്ഷൻ ചെയ്യുന്നതെന്ന് എൻഷുർ ചെയ്യുന്നത്. ജയിൽ പോയിട്ട് ഇൻസ്പെക്ട് ചെയ്യാനും അവിടെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ടാണ് നടക്കുന്നതെന്ന് എൻഷുർ ചെയ്യാം. പിന്നെ സബോർഡിനേറ്റ് മജിസ്ട്രേറ്റ്സ് കേസസൊക്കെ പ്രോപ്പറായിട്ട് ക്ലോസ് ചെയ്യുന്നുണ്ടോ, ഡിസ്പോസ് ചെയ്യുന്നുണ്ടോ, പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്യുന്നുണ്ടോ, ഇതൊക്കെ എൻഷുർ ചെയ്യാം. ഡിസ്ട്രിക്ട് ജയിൽ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ എന്ന് എൻഷുർ ചെയ്യാം. റൂൾ ഓഫ് ലോ നമ്മൾ പ്രോപ്പറായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ടെന്നും ജസ്റ്റിസ് പ്രോപ്പറായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ടെന്നും ഒക്കെ ഇതൊക്കെ നോക്കി നടത്തുന്നത് ആരാണ്? ഒരു ഓവറോൾ ഇതെല്ലാം നടക്കുന്നുണ്ടോ എന്ന് നോക്കി കാണുന്ന ഡ്യൂട്ടി ആർക്കാണുള്ളത്? DCക്കാണുള്ളത്. ഓക്കെ, സോ ജുഡീഷ്യൽ ആൻഡ് ലോ ആൻഡ് ഓർഡർ സിഗ്നിഫിക്കൻസിൽ പെടുന്ന 3 കാര്യങ്ങൾ അതൊക്കെയാണ്. ഒന്നാമത്തെ കാര്യം ജുഡീഷ്യൽ ഫങ്ഷൻസ് ഇംപ്ലിമെൻറ്റ് ചെയ്യുക, മറ്റേ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ പിന്നെ ജുഡീഷ്യറിയുടെ ഭാഗമായിട്ടുള്ള ഓർഡേഴ്സ് ഇഷ്യൂ ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങൾ. ക്രൈസിസ് ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് സോൾവ് ചെയ്യാനായിട്ട് ഉള്ള സ്റ്റെപ്സ് എടുക്കുക. ആൻഡ് ജുഡീഷ്യൽ കാര്യങ്ങളായിട്ട് ഓവർസൈറ്റ് ചെയ്യുക, ഇതെല്ലാം നോക്കിക്കാണുക. ജയിൽസൊക്കെ പ്രോപ്പറായിട്ട് നടക്കുന്നുണ്ടോ, ലോ ആൻഡ് ഓർഡർ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യപ്പെടുന്നുണ്ടോ. സോ ദാറ്റ് ഈസ് ഫോർ ജുഡീഷ്യൽ ആൻഡ് ലോ ആൻഡ് ഓർഡർ സിഗ്നിഫിക്കൻസ്. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് ഡെവലപ്മെൻറ്റ് സിഗ്നിഫിക്കൻസ്. ഡെവലപ്മെൻറ്റ് സിഗ്നിഫിക്കൻസിൻ്റെ ഫസ്റ്റ് പോയിൻ്റ് എന്ന് വെച്ചാൽ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസ് ആണ്. ഓക്കെ, നമുക്കറിയാം ഡെവലപ്മെൻറ്റ് അഡ്മിനിസ്ട്രേഷൻ നിലവിൽ വന്നതിന് ശേഷം അതിൻ്റെ കാര്യങ്ങളൊക്കെ ഫസ്റ്റ് ഓഫ് ഓൾ കയ്യിലെടുത്തത് ഡിസ്ട്രിക്ട് കളക്ടറാണ്. ഓക്കെ, സോ പിന്നീട് അതിൻ്റെ പവേഴ്സ് കുറഞ്ഞു വന്നെങ്കിൽ പോലും ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസിൻ്റെ ഒരു ഓവറോൾ പവർ ഇപ്പോൾ ആരുടെ കയ്യിൽ തന്നെയുണ്ട്? ഡിസ്ട്രിക്ട് കളക്ടറിൻ്റെ കയ്യിലുണ്ട്. ഓക്കെ,
സോ അതുകൊണ്ട് തന്നെ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസ് ഒക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിൻ്റെ കീ ഫിഗർ ആര് തന്നെയാണ് എപ്പോഴും ഡിസ്ട്രിക്ട് കളക്ടർ തന്നെയാണ്. എസ്പെഷ്യലി ആ പ്രോഗ്രാംസ് പോവർട്ടി അലിവേഷനോ അല്ലെങ്കിൽ റൂറൽ ഡെവലപ്മെൻറ്റോ അല്ലെങ്കിൽ സോഷ്യൽ വെൽഫെയറോ ഇതിനൊക്കെ റിലേറ്റഡ് ആയിട്ടുള്ള സ്കീംസോ അല്ലെങ്കിൽ പ്രോഗ്രാംസോ അയച്ചാൽ ഡിസ്ട്രിക്ട് കളക്ടർ പ്ലേസ് എ വെരി ഇമ്പോർട്ടൻറ്റ് റോൾ. ഓക്കെ, ഒരു എക്സാമ്പിൾ പറയുക വെച്ച് കഴിഞ്ഞാൽ പ്രധാനമന്ത്രി ആവാസ് യോജന PMAY എന്നുള്ളൊരു പ്രോഗ്രാമുണ്ട്. അത് വീടുകൾ പണിത് കൊടുക്കുന്ന ഒരു പ്രോഗ്രാമാണ്. സോ ഡിസ്ട്രിക്ട് കളക്ടറാണ് ഇതിൻ്റെ ബെനഫിഷ്യറീസ് ആരാണെന്ന്, ആർക്കാണ് വീട് കൊടുക്കേണ്ടത് അല്ലെങ്കിൽ ആ ബെനഫിഷ്യറി ആരാണെന്ന് കണ്ടുപിടിക്കണതും പിന്നെ വീടിൻ്റെ കൺസ്ട്രക്ഷൻ ഒന്ന് നോക്കി കാണുകയും ചെയ്യുന്നതും പിന്നെ ഫണ്ടൊക്കെ പ്രോപ്പറായിട്ടാണ് യൂട്ടിലൈസ് ചെയ്യുന്നതും നോക്കി കാണുക. ഇതൊക്കെ ഒരു ഓവറോൾ സൂപ്പർവൈസറി റോളാണേ ഉള്ളൂ, ബട്ട് സ്റ്റിൽ ഹീ ഈസ് എ കീ ഫിഗർ. ഓക്കെ, സോ അങ്ങനെ പോവർട്ടി അലിവേഷൻ്റെ റൂറൽ ഡെവലപ്മെൻറ്റിൻ്റെയും സോഷ്യൽ വെൽഫെയറിനൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള സ്കീംസ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിൽ ഡിസ്ട്രിക്ട് കളക്ടർ പ്ലേസ് എ വെരി ഇമ്പോർട്ടൻറ്റ് റോൾ. ദ നെക്സ്റ്റ് പോയിൻ്റ് ഈസ് ഡിസ്ട്രിക്ട് പ്ലാനിംഗ് ആൻഡ് കോർഡിനേഷൻ. സോ നമുക്കറിയാം ഡിസ്ട്രിക്ട് പ്ലാനിംഗ് നമ്മൾ ഡിസ്ട്രിക്ട് പ്ലാനിംഗ് കമ്മിറ്റീസിലൂടെയാണ് നടത്തുന്നത്. സോ ഈ ഡിസ്ട്രിക്ട് പ്ലാനിംഗ് കമ്മിറ്റിയിലൂടെ എല്ലാ ഡിസ്ട്രിക്ട് ഡെവലപ്മെൻറ്റ് പ്ലാൻസ് നമ്മൾ ഫോർമുലേറ്റ് ചെയ്യുന്നത്, കോർഡിനേറ്റ് ചെയ്യുന്ന റോൾ ആരുടെയാണ്? ഡിസ്ട്രിക്ട് കളക്ടറിൻ്റെയാണ്. സോ ഈ പ്ലാൻസ് എല്ലാം നമ്മുടെ ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് അനുസരിച്ചിട്ടാണോ പ്ലാനുകളെല്ലാം നമ്മൾ ഫോർമലൈസ് ചെയ്യുന്നതെന്നും പിന്നെ നമുക്ക് ഗോൾസ് ഉണ്ടല്ലോ, സ്റ്റേറ്റ് ലെവലിലും നമുക്ക് ഡെവലപ്മെൻറ്റ് ഗോൾസ് ഉണ്ടാവും, നാഷണൽ ലെവലിലും നമുക്ക് ഡെവലപ്മെൻറ്റ് ഗോൾസ് ഉണ്ടാവും ഗവൺമെൻറ്റിൻ്റെ. സോ സ്റ്റേറ്റ് ആൻഡ് നാഷണൽ ഡെവലപ്മെൻറ്റ് ഗോൾസ് ആ പ്ലാൻസുമായിട്ട് പ്രോപ്പറായിട്ട് ചേർന്ന് പോകുമോ, പിന്നെ ഇക്കണോമിക് ആൻഡ് സോഷ്യൽ ഡെവലപ്മെൻറ്റൊക്കെ അതിലൂടെ അച്ചീവ് ചെയ്യാൻ പറ്റുമോ? സോ ഈ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നമ്മുടെ ഡെവലപ്മെൻറ്റ് പ്ലാൻസ് പ്രോപ്പറായിട്ട് ഫോർമുലേറ്റ് ചെയ്യുന്ന ഡിസ്ട്രിക്ട് പ്ലാനിംഗ് കമ്മിറ്റിയുടെ സെൻട്രൽ റോള് ആർക്കാണുള്ളത്? ഡിസ്ട്രിക്ട് കളക്ടർക്കാണുള്ളത്. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് പോയിൻ്റ് ഇസ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആൻഡ് റിലീഫ് ഓപ്പറേഷൻസ്. ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിനെ കുറിച്ച് നമുക്ക് പറയേണ്ട ആവശ്യമൊന്നുമില്ല, ലൈക്ക് വി ആർ വെരി വെൽ നോൺ ഫോർ ദാറ്റ്. സോ ഡിസ്ട്രിക്ട് കളക്ടേഴ്സ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൽ വളരെ കീ റോൾ വഹിക്കുന്ന ആൾക്കാരാണ്. നമുക്ക് കോവിഡ് തന്നെ എക്സാമ്പിളാക്കി എടുക്കുക. ആ സമയത്ത് റിലീഫ് ഓപ്പറേഷൻസ്, ക്യാമ്പ്സ് സെറ്റ് ചെയ്യുക, അവിടേക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ എത്തിക്കാനായിട്ടുള്ള കോർഡിനേഷൻ കാര്യങ്ങൾ ചെയ്യുക, മെഡിക്കൽ സപ്ലൈസ്, ലൈക്ക് അത് ഓരോന്നും ഓരോ ഡിപ്പാർട്ട്മെൻറ്റ്സ് ആയിരുന്നു ചെയ്തെങ്കിൽ പോലും കോർഡിനേഷൻ വാസ് വിത്ത് ഹും? വിത്ത് ദ ഡിസ്ട്രിക്ട് കളക്ടർ. സോ എല്ലാത്തിൻ്റെയും കോർഡിനേറ്റർ ഡിസ്ട്രിക്ട് കളക്ടർ ആയിരുന്നു. ഓക്കെ, ആൻഡ് ഹി റിസീവ്സ് എ വെരി ഗുഡ് അപ്രിസിയേഷൻ ഫോർ ദാറ്റ്. So that's it as the disaster management and relief operations. And the next one is health and education initiatives. ഡിസ്ട്രിക്ട് ലെവലിൽ നമുക്ക് കാണാൻ സാധിക്കും ഒത്തിരി ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ ഇനിഷ്യേറ്റീവ്സ് എടുക്കപ്പെടുന്നത് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന്. സോ ഒരു ഡിസ്ട്രിക്ട് ലെവലിലേക്ക് അങ്ങനത്തെ ഇനിഷ്യേറ്റീവ്സ് എന്തെങ്കിലും എടുത്തു കഴിഞ്ഞാൽ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ടുള്ള കീ റോൾ ആരുടെയാണ്? ഡിസ്ട്രിക്ട് കളക്ടറിൻ്റെയാണ്. ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ പബ്ലിക് ഹെൽത്ത് ക്യാമ്പയിൻസിൻ്റെ ഇടയിൽ ലൈക്ക് പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാം, അങ്ങനത്തെ കുറേ ക്യാമ്പയിൻസ് നമുക്ക് കാണാൻ സാധിക്കും. വാക്സിനേഷൻ ക്യാമ്പയിൻ നമ്മൾ കണ്ടിരുന്നു. സോ കോവിഡിൻ്റെ ടൈമിൽ. സോ അങ്ങനത്തെ ക്യാമ്പയിൻസ് ഉണ്ടാകുമ്പോൾ അത് പ്രോപ്പറായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ട്, ആൻഡ് എല്ലാവരും അത് ചെയ്യുന്നുണ്ട് എന്ന് എൻഷുർ ചെയ്യേണ്ടത് ആരുടെയാണ്? ഡിസ്ട്രിക്ട് കളക്ടറിൻ്റെ റോളാണ്. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് സോഷ്യൽ വെൽഫെയർ സ്കീംസ്. ഒത്തിരി സോഷ്യൽ വെൽഫെയർ സ്കീംസ് നമുക്ക് കാണാൻ സാധിക്കും. ലൈക്ക് കുട്ടികളെ, ഓർഫൻസിനെ, എൽഡർലി പീപ്പിളിനെ, പിന്നെ ഡിസേബിൾഡ് ആയിട്ടുള്ള ആൾക്കാരെ, വിഡോസിനെ, വീക്കർ സെക്ഷൻ അല്ലെങ്കിൽ വൾണറബിൾ സെക്ഷൻസിന്, ഇവരെല്ലാം എയിം ചെയ്തിട്ട് ഒത്തിരി വെൽഫെയർ സ്കീംസ്, സോഷ്യൽ വെൽഫെയർ സ്കീംസ് നമുക്ക് കാണാൻ സാധിക്കും. ലൈക്ക് അവർക്ക് പെൻഷൻ കൊടുക്കുന്നത്, കുട്ടികൾക്ക് സ്കോളർഷിപ്പ് കൊടുക്കുന്നത്, പിന്നെ അവർക്ക് മറ്റ് ബെനിഫിറ്റ്സ്, ഗവൺമെൻറ് കൊടുക്കുന്ന മറ്റ് ബെനിഫിറ്റ്സ് കൊടുക്കുന്നത്. സോ ഇതെല്ലാം പ്രോപ്പറായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ട ഡ്യൂട്ടി ആർക്കാണ്? ഡിസ്ട്രിക്ട് കളക്ടർക്കാണ്. ഓക്കെ, സോ അതൊക്കെയാണ് ഡെവലപ്മെൻറ്റ് സിഗ്നിഫിക്കൻസ്. ലൈക്ക് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസ് ഇംപ്ലിമെൻറ്റ് ചെയ്യുക, പ്ലാനിങ് പ്രോപ്പറായിട്ട് നടത്തുക, ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് എന്തെങ്കിലും ഡിസാസ്റ്റർ ഉണ്ടായിക്കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് കോർഡിനേറ്റ് ചെയ്യുക, പിന്നെ ഹെൽത്ത് ഇനിഷ്യേറ്റീവ്സ് ഒക്കെ വന്നു കഴിയുമ്പോൾ അത് പ്രോപ്പറായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുക, സോഷ്യൽ വെൽഫെയർ സ്കീംസും പ്രോപ്പറായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുക. സോ ഇതെല്ലാം അവരുടെ ഉന്നമനത്തിന്, ജനങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ്, അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ്. സോ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് DC ചെയ്യുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളൊക്കെ. ഓക്കെ, ആൻഡ് ഗോയിങ് ഫോർ ദ നെക്സ്റ്റ് സിഗ്നിഫിക്കൻസ്, ഇറ്റ് ഇസ് പൊളിറ്റിക്കൽ സിഗ്നിഫിക്കൻസ്. ഓക്കെ, സോ പൊളിറ്റിക്കൽ സിഗ്നിഫിക്കൻസിൽ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് ഇൻ്റർഫേസ് വിത്ത് ഇലക്ടഡ് റെപ്രസെൻറ്റേറ്റീവ്സ് എന്ന ആ ഒരു പോയിൻ്റാണ്. സോ ഒരു ഡിസ്ട്രിക്ട് കളക്ടറായിട്ട് ഇരിക്കുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ചെയ്യേണ്ടി വരുന്ന കാര്യങ്ങളായിരിക്കും ഇലക്ടഡ് റെപ്രസെൻറ്റേറ്റീവ്സ് ആയിട്ടുള്ള മീറ്റിംഗ്സ് ഫോർ ഡിഫറെൻറ്റ് റീസൺസ്. നമ്മൾ MPs ആയിട്ട് ക്ലോസ്ലി റിലേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യേണ്ടി വരും,
MLAs ആയിട്ട് ക്ലോസ്ലി റിലേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യേണ്ടി വരും. പിന്നെ പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. സോ ഗവൺമെൻറ്റിൻ്റെ ഡെവലപ്മെൻറ്റ് ഫങ്ഷൻസ് അല്ലെങ്കിൽ അജണ്ടാസ് എല്ലാം ഈ പറയുന്ന ഗവൺമെൻറ് അല്ലെങ്കിൽ ആ ഒരു ലെവലിൽ ഗവൺമെൻറ് അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റ്സ് പ്രോപ്പറായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ടെന്ന് എൻഷുർ ചെയ്യാനായിട്ട് അതിൻ്റെയൊക്കെ റെപ്രസെൻറ്റേറ്റീവ്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ ലീഡേഴ്സ് ആയിട്ടുള്ള MPസിനും MLAസിനെയും പിന്നെ പഞ്ചായത്ത് പ്രസിഡൻറ്റിന് അങ്ങനെ ആൾക്കാരെയൊക്കെ നമുക്ക് മീറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, സോ അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ ദ ഡിസ്ട്രിക്ട് കളക്ടർ ഇസ് എ ലിങ്ക് ബിറ്റ്വീൻ ഗവൺമെൻറ് ആൻഡ് പബ്ലിക്കിന് റെപ്രസെൻറ്റേറ്റീവായിട്ട് നിൽക്കുന്ന ഈ MPസും MLAസിൻ്റെയും ഗവൺമെൻറ്റും തമ്മിലുള്ള ലിങ്കാണ് ആര്, ഡിസ്ട്രിക്ട് കളക്ടർ. സോ അതുകൊണ്ട് തന്നെ ഇലക്ടഡ് റെപ്രസെൻറ്റേറ്റീവ്സ് ആയിട്ട് എപ്പോഴും ഒരു ഇൻ്റർഫേസ് കീപ്പ് ചെയ്യേണ്ടി വരും. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് പോയിൻ്റ് ഈസ് മീഡിയേഷൻ ആൻഡ് കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ. സോ പബ്ലിക്കും ഇലക്ടഡ് റെപ്രസെൻറ്റേറ്റീവ്സും ആയിട്ടുള്ള ഒരു മീഡിയേറ്ററായിട്ടും നമ്മുടെ ഡിസ്ട്രിക്ട് കളക്ടർ വർക്ക് ചെയ്യുന്നുണ്ട്. സോ നമുക്ക് പ്രശ്നങ്ങളുണ്ടാവും, ലൈക്ക് നമ്മൾ ഗവൺമെൻറ്റിൻ്റെ ഏതെങ്കിലും സ്കീംസ് നമുക്ക് കിട്ടിയില്ല, അല്ലെങ്കിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഗവൺമെൻറ് ഏതെങ്കിലും പ്രൈവറ്റ് പ്രോപ്പർട്ടി ഏറ്റെടുക്കുകയാണ് എന്തെങ്കിലും ഒരു പബ്ലിക് ആവശ്യത്തിന് വേണ്ടിയിട്ട്. ഓക്കെ, സോ ആ സമയത്ത് ആ വ്യക്തിക്ക് പ്രോബ്ലംസ് ഉണ്ടാവും, ആളുടെ സ്ഥലമൊക്കെ നഷ്ടപ്പെടുകയാണല്ലോ. സോ അങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെ വരുമ്പോൾ അവരുടെ ഗ്രീവൻസസ് കേൾക്കാനും അവിടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ റിസോൾവ് ചെയ്യുക, ഇങ്ങനത്തെ ഡ്യൂട്ടീസൊക്കെ ആരുടെയാണ്, നമ്മുടെ ഡിസ്ട്രിക്ട് കളക്ടറിൻ്റെയാണ്. പ്രത്യേകിച്ച് ലാൻഡ് അക്വിസിഷൻ്റെ ഒക്കെ സമയത്ത് അല്ലെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്ട്സിന് വേണ്ടി ലാൻഡ് അക്വിസിഷൻ ചെയ്യുന്ന സമയത്തൊക്കെ കളക്ടർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോളുണ്ട്. ഉറപ്പായിട്ട് അവിടുത്തെ ആൾക്കാർ പ്രതിഷേധിക്കുമല്ലോ, ലൈക്ക് ഈ കേരളയിലൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ കണ്ടതാണ് ആൾക്കാരുടെ പ്രതിഷേധവും കാര്യങ്ങളൊക്കെ. സോ അവർ നടക്കാനും അവർ പറഞ്ഞ് മനസ്സിലാക്കാനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് കേരളയിൽ ഒരു വേണ്ട പദ്ധതി എന്നുള്ള രീതിയിലല്ല ഞാൻ സംസാരിക്കുന്നത്. അങ്ങനത്തെ രീതിയിലുള്ള എന്തെങ്കിലും ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്ട്സ് വരികയാണെങ്കിൽ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടത് വളരെ നെസസറി ആണെങ്കിൽ ഡിസ്ട്രിക്ട് കളക്ടേഴ്സ് ഉറപ്പായിട്ടും അവിടെ ജനങ്ങളുടെ ഗ്രീവൻസസ് കേൾക്കാനും അത് റിസോൾവ് ചെയ്യാനായിട്ടും ഇടപെടേണ്ടി വരും. ഓക്കെ, ആൻഡ് ദാറ്റ്സ് ഇറ്റ് ആസ് ദ മീഡിയേഷൻ ആൻഡ് കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് തിങ് ഇസ് ഹി ആക്ട്സ് ആസ് ദി ഇലക്ഷൻ ഓഫീസേഴ്സ്. ഇലക്ഷൻ്റെ ടൈമിൽ ഡിസ്ട്രിക്ട് കളക്ടർക്ക് ഫുൾ ടൈം ഡ്യൂട്ടിയാണ്. ഹി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഡിസ്ട്രിക്ട് ഇലക്ഷൻ ഓഫീസർ എന്ന റോളാണ് ഡിസ്ട്രിക്ട് കളക്ടർക്ക് ആ സമയത്തുള്ളത്. ആൻഡ് ഹി ഹാവ് ടു എൻഷുർ പുള്ളിക്കാരൻ ആ ഒരു ഇലക്ഷൻ വളരെ സ്മൂത്തായിട്ട് നടക്കുന്നതെന്ന് എൻഷുർ ചെയ്യണം. പിന്നെ വോട്ടറിൻ്റെ രജിസ്ട്രേഷൻ തൊട്ടിട്ട് വോട്ട് എണ്ണുന്ന ആ ഒരു ടൈം പീരീഡ് വരെ അതുവരെ ഡിസ്ട്രിക്ട് കളക്ടറിൻ്റെ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് വെരി ടൈറ്റ് പാക്ക് ഷെഡ്യൂൾ. ഹി ഈസ് ദ മെയിൻ ഇലക്ഷൻ ഓഫീസർ ഓഫ് ദ ഡിസ്ട്രിക്ട്. സോ അതിൻ്റേതായിട്ടുള്ള എല്ലാ ഡ്യൂട്ടീസും എല്ലാ കാര്യങ്ങളും പുള്ളി ചെയ്യണം. സോ പുള്ളിക്കാരൻ്റെ ഈ ഒരു ഡെമോക്രാറ്റിക് പ്രോസസ്സിൽ ഇലക്ഷൻ എന്ന് പറയുന്ന ഒരു ഡെമോക്രാറ്റിക് പ്രോസസ്സ് സ്മൂത്തായിട്ട് നടക്കുന്നുണ്ടെന്ന് എൻഷുർ ചെയ്യാനുള്ള ക്രൂഷ്യൽ റോള് ആരുടേതാണ്, ഡിസ്ട്രിക്ട് കളക്ടറിൻ്റേതാണ്. ഓക്കെ, ആൻഡ് ദ ലാസ്റ്റ് പോയിൻ്റ് ഇസ് ഇലക്ടോറൽ മാനേജ്മെൻറ്റ്. ഇലക്ഷൻ്റെ സമയത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം പൊളിറ്റിക്കൽ പാർട്ടീസൊക്കെ ഭയങ്കര ചൂട് പിടിച്ചിരിക്കുന്ന സമയമായിരിക്കും. സോ ആ സമയത്ത് നമുക്കറിയാം ഡിസ്ട്രിക്ട് കളക്ടർക്ക് ഇലക്ഷൻസ് മാനേജ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് പൊളിറ്റിക്കൽ പാർട്ടീസൊക്കെ ആയിട്ട് കോർഡിനേറ്റ് ചെയ്യേണ്ടി വരും. ആൻഡ് അവർ മോഡൽ കോഡ് ഓഫ് കണ്ടക്റ്റ് കീപ്പ് ചെയ്യുന്നുണ്ടോ എന്ന് എൻഷുർ ചെയ്യണം. പിന്നെ എന്തെങ്കിലും മാൽ പ്രാക്ടീസസ്, നമുക്കറിയാലോ കേരളത്തിൽ നടക്കുന്ന മാൽ പ്രാക്ടീസസ് കേരളത്തിൽ പിന്നെയും കുറവാണെന്ന് നമുക്ക് വിചാരിക്കും. നോർത്തിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഇറ്റ്സ് വെരി ബാഡ് ദെയർ. നമുക്ക് മാൽ പ്രാക്ടീസസൊക്കെ നല്ല രീതിയിൽ കാണാൻ സാധിക്കും. സോ ഇതൊക്കെ പ്രിവെൻറ്റ് ചെയ്യുക, ഈ വക ഡ്യൂട്ടീസൊക്കെ ആരുടെയാണ്, ഡിസ്ട്രിക്ട് കളക്ടറിൻ്റെയാണ്. ഓക്കെ, സോ ഇലക്ഷൻ്റെ സമയത്ത് ഇമ്പാർഷ്യലായിട്ട് നിന്നിട്ട് അത് എഫിഷ്യൻ്റായിട്ട് മാനേജ് ചെയ്യുക, പബ്ലിക്കിൻ്റെ ട്രസ്റ്റ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ഇലക്ടോറൽ പ്രോസസ്സ് നടത്തുക, ഇതൊക്കെ ഡിസ്ട്രിക്ട് കളക്ടറിൻ്റെ ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻസിൽ പെടും. ഓക്കെ, സോ പൊളിറ്റിക്കൽ സിഗ്നിഫിക്കൻസിൽ നമ്മൾ പറഞ്ഞു ഇലക്ടഡ് റെപ്രസെൻറ്റേറ്റീവ്സായിട്ട് നമുക്ക് ഇടപെടേണ്ടി വരും. ആൻഡ് ജനങ്ങളായിട്ട് എന്തെങ്കിലും പ്രശ്നമായി കഴിഞ്ഞാൽ അത് കോൺഫ്ലിക്റ്റ് റിസോൾവ് ചെയ്യേണ്ടി വരും. ഇലക്ഷൻ്റെ സമയത്ത് ഇലക്ഷൻ ഓഫീസറായിട്ട് നിന്ന് സ്മൂത്ത് ഇലക്ഷൻ നടത്തണം. ആൻഡ് ഇലക്ഷൻ മാനേജ്മെൻറ്റ്, പൊളിറ്റിക്കൽ പാർട്ടീസിൻ്റെ കാര്യങ്ങൾ, ഇലക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മാനേജ് ചെയ്യേണ്ടി വരും. സോ ദാറ്റ് ഈസ് ഓൾ റിലേറ്റഡ് ടു പൊളിറ്റിക്കൽ സിഗ്നിഫിക്കൻസ്. ഓക്കെ, and the next one is social and cultural significance. ഫസ്റ്റ് പോയിൻറ്റ് പ്രൊട്ടക്ഷൻ ഓഫ് കൾച്ചറൽ ആൻഡ് ഹിസ്റ്റോറിക്കൽ സൈറ്റ്സ് ആണ്. സോ നമ്മുടെ ഡിസ്ട്രിക്ട് കളക്ടറിൻ്റെ കീഴിലുള്ള ടെറിട്ടോറിയൽ യൂണിറ്റിൽ ഏതെങ്കിലും ഹിസ്റ്റോറിക്കൽ സൈറ്റ്സോ മോണ്യുമെൻറ്റ്സോ ഹെറിറ്റേജ് ബിൽഡിങ്സോ അങ്ങനെ എന്തെങ്കിലും കൾച്ചറലി സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും സൈറ്റ്സ് ഒക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പ്രോപ്പറായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ടെന്നും അവിടെ പാലിക്കേണ്ട റൂൾസ് പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യേണ്ടതെന്നും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നോക്കേണ്ടത് ആരാണ്, ഈ പറയുന്ന ഡിസ്ട്രിക്ട് കളക്ടറാണ്. ഓക്കെ, സോ ഈ പറയുന്ന കൾച്ചറൽ ആൻഡ് ഹിസ്റ്റോറിക്കൽ സൈറ്റ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനും പ്രിസർവ് ചെയ്യാനായിട്ടുള്ള കംപ്ലീറ്റ് ഡ്യൂട്ടി ആർക്കാണ്, ഡിസ്ട്രിക്ട് കളക്ടർക്കാണ്. ഓക്കെ, സോ നെക്സ്റ്റ് പോയിൻ്റ് ഇസ് പ്രൊമോഷൻ ഓഫ് ലോക്കൽ കൾച്ചർ.
സോ നമ്മൾ വന്ന് നിൽക്കുന്ന ലൈക്ക് നമ്മൾ ഡ്യൂട്ടി കിട്ടി അലൊക്കേഷൻ കിട്ടി വന്ന് നിൽക്കുന്ന സ്ഥലത്ത് അവരുടേതായിട്ടുള്ള രീതിയിലുള്ള ലോക്കലായിട്ടുള്ള കൾച്ചറും ആർട്സും ക്രാഫ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. സോ അതെല്ലാം പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ടുള്ള ഓരോ ഇനിഷ്യേറ്റീവ്സ് എടുക്കുക. ലൈക്ക് കൾച്ചറൽ ഫെസ്റ്റിവൽസ് ഓർഗനൈസ് ചെയ്യുക, ലോക്കൽ ആർട്ടിസൻസിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും സ്കീംസ് കൊണ്ടുവരിക, അവർ ഡിസ്ട്രിക്ട് ലെവലിൽ എന്തെങ്കിലും പോളിസീസ് കൊണ്ടുവരിക. പിന്നെ ട്രഡീഷണൽ പ്രാക്ടീസസ് എല്ലാം പ്രിസർവ് ചെയ്യുന്നുണ്ടെന്നും അതുമായിട്ട് ബന്ധപ്പെട്ട സെലിബ്രേഷൻസ് എല്ലാം നടക്കുന്നുണ്ടെന്നും പ്രോപ്പറായിട്ട് നോക്കിക്കാണുക. ലൈക്ക് കേരളത്തിൽ ഓണം പോലെ. ഓക്കെ, സോ അങ്ങനത്തെ കൾച്ചറലായിട്ടുള്ള ലോക്കൽ കൾച്ചർ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് ഡിസ്ട്രിക്ട് കളക്ടർക്ക് അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് തിങ് ഈസ് ഫോസ്റ്ററിങ് കമ്മ്യൂണൽ ഹാർമണി. കമ്മ്യൂണൽ ഹാർമണി മെയിൻറ്റെയിൻ ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ആൻഡ് അതിൻ്റെ മെയിൻ ഹെഡ് ആരാണ്, അല്ലെങ്കിൽ മെയിൻ റോൾ ആരാണ്? ഡിസ്ട്രിക്ട് കളക്ടറാണ്. പ്രത്യേകിച്ച് ഡൈവേഴ്സ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റീസ് അല്ലെങ്കിൽ പോപ്പുലേഷൻസ് താമസിക്കുന്ന ഒരു ഡിസ്ട്രിക്റ്റ് ആണെങ്കിൽ. ഓക്കെ, സോ അവരുടെ കമ്മ്യൂണിറ്റി ലീഡേഴ്സായിട്ട് കോർഡിനേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അവരായിട്ട് സംസാരിക്കുക, അവർക്ക് തമ്മിലുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആ പ്രശ്നങ്ങൾ മീഡിയേറ്റ് ചെയ്യുക, ആൻഡ് അവർക്ക് വേണ്ടിയിട്ട് ഓരോ ഇനിഷ്യേറ്റീവ്സും എല്ലാം ഓർഗനൈസ് ചെയ്യുക, അവരുടെ കാര്യങ്ങളെല്ലാം പ്രൊമോട്ട് ചെയ്യുക, അവരുടേതായിട്ടുള്ള കമ്മ്യൂണിറ്റിയുടെ ഓരോ കാര്യങ്ങൾ പ്രൊമോട്ട് ചെയ്യുക, ഒരുമിച്ചുള്ള അവരുടെ സഹവാസം, അവർ ഒരുമിച്ച് പോകണം എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങൾ പ്രൊമോട്ട് ചെയ്യുക. സോ ഇതൊക്കെയാണ് കമ്മ്യൂണൽ ഹാർമണി ഫോസ്റ്റർ ചെയ്യാനായിട്ട് ഒരു DC ചെയ്യുന്ന കാര്യങ്ങൾ. ഓക്കെ, ആൻഡ് ദ ലാസ്റ്റ് വൺ ഇസ് ഹാൻഡ്ലിങ് സെൻസിറ്റീവ് ഇഷ്യൂസ്. സോ ഒത്തിരി റിലീജിയസ് ആയിട്ടുള്ള അല്ലെങ്കിൽ സോഷ്യലായിട്ടുള്ള ഇഷ്യൂസ് ഉള്ള ഡിസ്ട്രിക്ട്സ് ഒക്കെ ആണെങ്കിൽ അവിടെ കളക്ടറിൻ്റെ റോള് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഓഫ് കോഴ്സ് പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. സോ ഈ ഭയങ്കര സെൻസിറ്റീവായിട്ടുള്ള ഏരിയാസ് ആയിരിക്കും അതൊക്കെ, അല്ലേ? സെൻസിറ്റീവായിട്ടുള്ള ഇഷ്യൂസും ഉണ്ടാകുന്ന സ്ഥലങ്ങളായിരിക്കും. സോ ഇങ്ങനത്തെ സെൻസിറ്റീവ് ഇഷ്യൂസ് ഹാൻഡിൽ ചെയ്യുന്നതിൽ കളക്ടറിൻ്റെ റോള് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അവരുമായിട്ട് ആ കമ്മ്യൂണിറ്റിയുമായിട്ടൊക്കെ സംസാരിക്കുക, അവരുടെ ലോക്കലായിട്ടുള്ള ഒരു ഡൈനാമിക്സ് മനസ്സിലാക്കിയിട്ട് അതനുസരിച്ച് അവരോട് ബിഹേവ് ചെയ്യുക, ഇനി അവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാനായിട്ടുള്ള പ്രിവെൻറ്റീവ് മെഷേഴ്സ് എടുക്കുക, അങ്ങനെ കോൺഫ്ലിക്റ്റും സംഭവങ്ങളൊക്കെ പ്രിവെൻറ്റ് ചെയ്യുക. ഇതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ആൻഡ് റോൾ ഓഫ് എ ഡിസ്ട്രിക്ട് കളക്ടർ in preventing this kind of sensitive issues is very important. Okay, so that is all related to social and cultural significance. So ഒരു റീക്യാപ്പ് ആണെങ്കിൽ നമ്മൾ കൾച്ചറൽ ആൻഡ് ഹിസ്റ്റോറിക്കൽ സൈറ്റ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം, അവിടുത്തെ ലോക്കൽ കൾച്ചേഴ്സിനെ പ്രൊമോട്ട് ചെയ്യണം, അവിടെ എന്തെങ്കിലും കമ്മ്യൂണൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവർ തമ്മിലുള്ള കമ്മ്യൂണൽ ഹാർമണി കീപ്പ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഫോസ്റ്റർ ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം, സെൻസിറ്റീവായിട്ടുള്ള ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പ്രോപ്പറായിട്ട് ഹാൻഡിൽ ചെയ്യണം. സോ ഇതൊക്കെയാണ് സോഷ്യൽ ആൻഡ് കൾച്ചറൽ സിഗ്നിഫിക്കൻസിൽ പെടുന്ന കാര്യങ്ങൾ. ഓക്കെ, ആൻഡ് ദ ലാസ്റ്റ് വൺ ഇസ് environmental significance. Okay, so implementation of environmental laws is the first point. So നമുക്കറിയാം ഇപ്പം നമ്മൾ കുറച്ചും കൂടെയും നേച്ചർ കൺസർവേഷനിലേക്ക് കടന്നിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. പ്രൊട്ടക്ഷൻ ഓഫ് നേച്ചർ, എൻവയോൺമെൻറ്റൽ കൺസർവേഷൻസ് കാര്യങ്ങളൊക്കെ. സോ എൻവയോൺമെൻറ്റൽ ലോസ് ആർ വെരി സ്ട്രിക്റ്റ് ആൻഡ് സ്ട്രോങ്. സോ നമ്മുടെ ഡിസ്ട്രിക്റ്റിൽ ഈ പറയുന്ന എൻവയോൺമെൻറ്റൽ ലോസും റെഗുലേഷൻസൊക്കെ എല്ലാം എൻഫോഴ്സ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ നോക്കി നടത്തേണ്ടത് ആരാണ്? ഡിസ്ട്രിക്ട് കളക്ടറാണ്. ഓക്കെ, സോ ഫോറസ്റ്റ് കൺസർവേഷൻ്റെ ഭാഗമായിട്ട് ചെയ്യേണ്ടി വരുന്ന ആക്ടിവിറ്റീസ് ചെയ്യുക, മരങ്ങളൊക്കെ നടുക, പിന്നെ പൊല്യൂഷൻ കൺട്രോൾ ചെയ്യാനായിട്ട് വേണ്ട കാര്യങ്ങൾ ചെയ്യുക, പ്രൊട്ടക്ഷൻ ഓഫ് നാച്ചുറൽ റിസോഴ്സസ്. സോ എല്ലാം നമുക്കറിയാം ഇപ്പോൾ പ്ലാസ്റ്റിക് വേസ്റ്റ് കത്തിക്കുന്നതിന് ഫൈൻ അടയ്ക്കും. സോ അതെല്ലാം ഇതുപോലെ എൻവയോൺമെൻറ്റൽ ലോസ് ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് അതിൻ്റെ ഭാഗമായിട്ട് കൊണ്ടുവന്നിരിക്കുന്ന ഓരോ കാര്യങ്ങളാണ്. ഓക്കെ, സോ ഇങ്ങനെ എൻവയോൺമെൻറ്റൽ ലോസ് എല്ലാവരെ കൊണ്ടും പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ എൻവയോൺമെൻറ്റൽ ലോസ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ട കാര്യങ്ങൾ നടപ്പാക്കേണ്ടത് ആരാണ്? ഡിസ്ട്രിക്ട് കളക്ടറുടെ നേതൃത്വത്തിലാണ്. ഓക്കെ, ദ നെക്സ്റ്റ് പോയിൻ്റ് ഇസ് ഡിസാസ്റ്റർ റിസ്ക് റിഡക്ഷൻ. നമുക്കറിയാം ചില മേഖലകളിലൊക്കെ എപ്പോഴും ഡിസാസ്റ്റർ പ്രോണായിട്ടുള്ള ഏരിയാസ് ആയിരിക്കും. മല പ്രദേശങ്ങൾ, നമുക്കറിയാം വയനാട് ഇപ്പോൾ തന്നെ കുറേ ഇഷ്യൂസൊക്കെ ഉണ്ടായിട്ടുണ്ട്. സോ ഇങ്ങനത്തെ ഡിസാസ്റ്റർ പ്രോണായിട്ടുള്ള ഏരിയാസ് അല്ലെങ്കിൽ ഡിസാസ്റ്റർ റിസ്ക് നിലനിൽക്കുന്ന ഏരിയാസൊക്കെ ആണെങ്കിൽ അവിടെ ആ ഡിസാസ്റ്ററിനെ മിറ്റിഗേറ്റ് ചെയ്യാനും പ്രിവെൻറ്റ് ചെയ്യാനായിട്ടുള്ള സ്റ്റെപ്സ് എടുക്കുക, അല്ലെങ്കിൽ സ്റ്റെപ്സ് ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്നുള്ളത് ഒരു ഡിസ്ട്രിക്ട് കളക്ടറിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു റോളാണ്. സോ അവിടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് അങ്ങനത്തെ ഏജൻസീസ്, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ്, വാട്ടർ റിസോഴ്സസ് ഡിപ്പാർട്ട്മെൻറ്റ്, പിന്നെ അല്ലാണ്ട് റിലേറ്റഡ് ആയിട്ടുള്ള NGOs ഇവരൊക്കെ ആയിട്ട് പ്രോപ്പറായിട്ട് കോർഡിനേറ്റ് ചെയ്തിട്ട്
നമ്മൾ എൻവയോൺമെൻറ്റ് ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ കൺസിഡർ ചെയ്തിട്ടുള്ള ഡെവലപ്മെൻറ്റ് പ്ലാനിങ് പ്രോഗ്രാംസ് നമ്മൾ അഡോപ്റ്റ് ചെയ്യുക. ഇങ്ങനെ ലൈക്ക് എന്തെങ്കിലും ഒരു ഡെവലപ്മെൻറ്റ് പ്ലാൻ വരിക വെച്ചാൽ ഈ വക ഏജൻസീസിനെല്ലാം നമ്മളത് കാണിച്ചിട്ട് എൻവയോൺമെൻറ്റിന് ഇത് ഓക്കെ ആണോ എന്ന് എൻഷുർ ചെയ്തിട്ട് മാത്രം നമ്മൾ പ്രോഗ്രാംസ് ചൂസ് ചെയ്യുക. സോ ഡിസാസ്റ്റർ റിസ്ക് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ കാര്യങ്ങളെല്ലാം കോർഡിനേറ്റ് ചെയ്യേണ്ടത് ആരാണ്? ഡിസ്ട്രിക്ട് കളക്ടറാണ്. ഓക്കെ. ആൻഡ് ദ ലാസ്റ്റ് പോയിൻ്റ് ഇസ് ക്ലൈമറ്റ് ചേഞ്ച് ഇനിഷ്യേറ്റീവ്സ്. സോ നമുക്കറിയാം ഈ കാലഘട്ടത്തിൽ ക്ലൈമറ്റ് ചേഞ്ച് ഒരു വളരെ പ്രധാനപ്പെട്ട ഇഷ്യൂ ആയി മാറിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? സോ ഡിസ്ട്രിക്ട് കളക്ടർ സ്റ്റേറ്റ് ലെവലിലായാലും നാഷണൽ ലെവലിലായാലും നമുക്ക് കുറേ ക്ലൈമറ്റ് ആക്ഷൻ പ്ലാൻസ് ഉള്ളതായിട്ട് നമുക്കറിയാം. ഓക്കെ. സോ സ്റ്റേറ്റ് എടുക്കുന്ന ക്ലൈമറ്റ് ആക്ഷൻ പ്ലാൻ ആയാലും അത് നമ്മുടെ സെൻട്രൽ എടുക്കുന്ന ക്ലൈമറ്റ് ആക്ഷൻ പ്ലാൻ ആയാലും ലോക്കൽ ലെവലിലേക്ക് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ട ഡ്യൂട്ടി ആരുടെയാണ്? ഡിസ്ട്രിക്ട് കളക്ടറിൻ്റെയാണ്. ഓക്കെ. സോ സസ്റ്റൈനബിൾ അഗ്രികൾച്ചറൽ പ്രാക്ടീസസ് പ്രൊമോട്ട് ചെയ്യുക, പിന്നെ വാട്ടർ റിസോഴ്സസ് എല്ലാം പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യുക, റിന്യൂവബിൾ എനർജിയുടെ യൂസ് എൻകറേജ് ചെയ്യുക, ലൈക്ക് സോളാർ അങ്ങനത്തെ റിന്യൂവബിൾ എനർജി റിസോഴ്സസ് പ്രൊമോട്ട് ചെയ്യുക. സോ ഇങ്ങനെ ക്ലൈമറ്റ് ചേഞ്ചിനെ തടയാനായിട്ട് അതിന് റിലേറ്റഡ് ആയിട്ടുള്ള ഇനിഷ്യേറ്റീവ്സ് ഫോസ്റ്റർ ചെയ്യുക, അല്ലെങ്കിൽ എല്ലാവരെ കൊണ്ടും ചെയ്യിപ്പിക്കുക എന്നതും ഡിസ്ട്രിക്ട് കളക്ടറിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് റോളാണ്. ഓക്കെ. സോ എൻവയോൺമെൻറ്റൽ ലോസ് ഇംപ്ലിമെൻറ്റ് ചെയ്യുക, ഡിസാസ്റ്ററിൻ്റെ റിസ്ക് കുറയ്ക്കാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക, ക്ലൈമറ്റ് ചേഞ്ചിനെ നമുക്ക് എതിരിടാനായിട്ടുള്ള പ്രോപ്പർ പ്ലാൻസും പോളിസീസും ഇംപ്ലിമെൻറ്റ് ചെയ്യുക. സോ ഇതൊക്കെയാണ് ഡിസ്ട്രിക്ട് കളക്ടറിൻ്റെ സിഗ്നിഫിക്കൻസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ. സോ നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ചാലഞ്ചസ് ഫേസ്ഡ് ബൈ ഡിസ്ട്രിക്ട് കളക്ടർ. നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്തത് ഡിസ്ട്രിക്ട് കളക്ടറിൻ്റെ സിഗ്നിഫിക്കൻസസ് ആണ്. സോ ഇത്രയും വൈഡ് റേഞ്ച് ഓഫ് സിഗ്നിഫിക്കൻസ് അല്ലെങ്കിൽ റോളുള്ള ഡിസ്ട്രിക്ട് കളക്ടർ എന്ന ഒരു ഓഫീസർക്ക് ചലഞ്ചസ് ഒന്നും ഇല്ലാതിരുന്നു കഴിഞ്ഞാൽ അത് വിശ്വസിക്കാൻ പറ്റില്ല അല്ലേ? ലൈക്ക് വേർ ദർ ഇസ് പവർ ദർ ഇസ് റിസ്ക്. സോ ഡിസ്ട്രിക്ട് കളക്ടർക്കും ഒത്തിരി ചലഞ്ചസ് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്, അല്ലെങ്കിൽ ഒത്തിരി റിസ്കുകൾ എടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. ഓക്കെ. സോ അതെന്തൊക്കെയാണെന്നാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ. സോ ദ ഫസ്റ്റ് അറേ ഈസ് അഡ്മിനിസ്ട്രേറ്റീവ് ചലഞ്ചസ്. അഡ്മിനിസ്ട്രേറ്റീവ് നിലയിൽ നമ്മൾ അഡ്മിനിസ്ട്രേറ്റീവ് സിഗ്നിഫിക്കൻസസ് എന്താണെന്ന് പഠിച്ചു. ഇനി നമ്മൾ അഡ്മിനിസ്ട്രേറ്റീവ് ചാലഞ്ചസ് എന്തൊക്കെയാണെന്നാണ് നോക്കാൻ പോകുന്നത്. അഡ്മിനിസ്ട്രേഷൻ ചെയ്യുമ്പോൾ ഡിസ്ട്രിക്ട് കളക്ടർക്ക് നേരിടേണ്ടി വരുന്ന ചാലഞ്ചസ് എന്തൊക്കെയാണെന്ന്. ഓക്കെ. ദ ഫസ്റ്റ് തിങ് ഈസ് ബാലൻസിങ് ഡൈവേഴ്സ് റോൾസ്. സോ നമ്മളൊരു ഡിസ്ട്രിക്ട് കളക്ടർക്കുള്ള ഒത്തിരി റോൾസ് ഡിസ്കസ് ചെയ്തു. അഡ്മിനിസ്ട്രേറ്റീവ് ഡ്യൂട്ടീസ് ഒരു സൈഡിൽ കൂടെ, ഡെവലപ്മെൻറ്റൽ ഡ്യൂട്ടീസ് വേറെ സൈഡിൽ കൂടെ, പിന്നെ റെഗുലേറ്ററി ഡ്യൂട്ടീസ്, ലോ ആൻഡ് ഓർഡർ, ക്രൈസിസ് മാനേജ്മെൻറ്റ്. സോ ഒത്തിരി ലൈക്ക് അത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളല്ല, പലതും പല രീതിയിലുള്ള കാര്യങ്ങളാണ്. സോ ഇതെല്ലാം ചെയ്യുന്നത് ഈ ഒരു വ്യക്തി തന്നെയാണ്, അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയുടെ നേതൃത്വത്തിലാണ് ഇതെല്ലാം നടക്കുന്നത്. സോ ഇങ്ങനൊരു ഡൈവേഴ്സ് റോളുകൾ ബാലൻസ് ചെയ്യുക എന്നുള്ളത് ഒരു വളരെ വലിയൊരു ചാലഞ്ച് തന്നെയാണ് ഡിസ്ട്രിക്ട് കളക്ടർക്ക് നേരിടേണ്ടി വരുന്നത്. ഒരു എക്സാമ്പിൾ നമ്മൾ എടുക്കുക വെച്ച് കഴിഞ്ഞാൽ, ഇലക്ഷൻ്റെ സമയമാകുമ്പോഴത്തേനും കളക്ടറിൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ ഹീസ് ഫുള്ളി ഫോക്കസ്ഡ് ഓൺ ലോ ആൻഡ് ഓർഡർ ആൻഡ് ഇലക്ടോറൽ ഡ്യൂട്ടീസ്. ഇലക്ഷൻ പ്രോപ്പറായിട്ട് നടത്തുക, ലോ ആൻഡ് ഓർഡർ എൻഷുർ ചെയ്യാം. പക്ഷേ ആ ഒരു ടൈം പീരീഡിൽ അദ്ദേഹത്തിന് ഡെവലപ്മെൻറ്റൽ പ്ലാൻസിനൊക്കെ പ്രയോറിറ്റീസ് കൊടുക്കുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഫുൾ ഫോക്കസ് ഇലക്ഷനിലേക്കായിരിക്കും പോവുക. സോ ആ ഒരു ടൈമിൽ ഡെവലപ്മെൻറ്റ് ചിലപ്പോൾ ഒരു ഹോൾട്ടിൽ നിൽക്കുമായിരിക്കും. സോ ഇങ്ങനെ റോൾസ് തമ്മിൽ ഭയങ്കര ഡൈവേഴ്സിറ്റി ഉണ്ട്. ഓക്കെ. സോ അതുകൊണ്ട് തന്നെ ഈ ഡൈവേഴ്സ് റോൾസ് ബാലൻസ് ചെയ്യുക എന്നുള്ളത് ഒരു ചലഞ്ചിങ് കാര്യമാണ് ഡിസ്ട്രിക്ട് കളക്ടറിനെ സംബന്ധിച്ചിടത്തോളം. ദ നെക്സ്റ്റ് ആൻഡ് വെരി ഇമ്പോർട്ടൻറ്റ് തിങ് ഇസ് ടൈം മാനേജ്മെൻറ്റ്. നമ്മളിപ്പോൾ പറഞ്ഞു ഒത്തിരി ഡ്യൂട്ടീസ് ഉണ്ട്, ഒത്തിരി ചലഞ്ചസ് ഉണ്ട് ആൾക്ക്. ലൈക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഒരു കാര്യം ചെയ്തു വരുമ്പോഴായിരിക്കും അടുത്ത കാര്യം വരിക, അത് ചെയ്യുമ്പോഴായിരിക്കും അടുത്ത കാര്യം വരിക. സോ ഇങ്ങനെ ഓരോ ഇമ്മീഡിയറ്റ് ഇഷ്യൂസ് ഉണ്ടാകുമ്പോൾ അത് പ്രോപ്പറായിട്ട് അഡ്രസ്സ് ചെയ്യണം. സോ ടൈം മാനേജ് ചെയ്യുക എന്നുള്ളത് വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു ടാസ്ക്കാണ് ഡിസ്ട്രിക്ട് കളക്ടറിനെ സംബന്ധിച്ചിടത്തോളം. ഈ ടൈം പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാൻ പറ്റാതിരുന്നു കഴിഞ്ഞാൽ പുള്ളിക്കാരൻ്റെ എല്ലാ റോൾസിനെയും അത് ബാധിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ. സോ ദാറ്റ് ഈസ് ഫോർ ടൈം മാനേജ്മെൻറ്റ്. ആൻഡ് ദ നെക്സ്റ്റ് ഇസ് ഹ്യൂമൻ റിസോഴ്സസ്. ഡിസ്ട്രിക്ട് കളക്ടർ ഇത്രയും വലിയൊരു റോൾസ് ചെയ്യുമ്പോൾ മിക്ക സ്ഥലങ്ങളിലും നമുക്കറിയാം സ്കിൽഡ് പേഴ്സൺസിൻ്റെ ഷോർട്ടേജ് കാണാൻ സാധിക്കും. സ്റ്റാഫ് ഇല്ല മിക്ക സ്ഥലത്തും, പ്രത്യേകിച്ചും അണ്ടർ ഡെവലപ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ റൂറൽ റീജിയൻസിലൊക്കെ ആയിരിക്കും ഈ പറയുന്ന ഷോർട്ടേജസ് നമുക്ക് കാണാൻ സാധിക്കുന്നത് സ്റ്റാഫിൻ്റെ. സോ അങ്ങനെ വരുമ്പോൾ ആ ഒരു ഷോർട്ടേജോട് കൂടിയായിരിക്കും ഡിസ്ട്രിക്ട് കളക്ടർക്ക് കാര്യങ്ങൾ ചെയ്യേണ്ടി വരിക. സോ അദ്ദേഹത്തിന് നേരിടേണ്ടി വരുന്ന അത്രയും പ്രഷറും കാര്യങ്ങളും നമ്മൾ ആലോചിച്ച് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും.
സോ ഈ ഹ്യൂമൻ റിസോഴ്സസിൻ്റെ ഷോർട്ടേജ് കൊണ്ട് ഡിസ്ട്രിക്ട് കളക്ടർക്ക് നേരിടേണ്ടി വരുന്നത് അതൊരു വലിയ ചാലഞ്ച് തന്നെയാണ്. നമ്മൾ എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ COVID-19 സമയത്ത് തന്നെ ഒത്തിരി ഡിസ്ട്രിക്റ്റുകളിൽ നമുക്ക് ഹെൽത്ത് വർക്കേഴ്സിന് ഷോർട്ടേജ് കാണാൻ സാധിച്ചായിരുന്നു. ഹെൽത്ത് വർക്കേഴ്സൊന്നും ഇല്ല നമുക്ക്. ഓക്കെ, സോ ആ സമയത്ത് ഡിസ്ട്രിക്ട് കളക്ടർക്ക് ഭയങ്കരമായിട്ട് പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുന്നത്. എങ്കിലും ദേ വർ ഏബിൾ ടു മാനേജ് ഇറ്റ് വെരി നൈസ്ലി. ഓക്കെ, സോ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഹ്യൂമൻ റിസോഴ്സ് ഈസ് എ ചാലഞ്ച് ഫോർ ഡിസ്ട്രിക്ട് കളക്ടർ. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് തിങ് ഇസ് ഫൈനാൻഷ്യൽ റിസോഴ്സസ്. ഫൈനാൻഷ്യൽ റിസോഴ്സസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഓക്കെ, സോ നമുക്ക് ഡിസ്ട്രിക്ട് ലെവൽ പ്രൊജക്ട്സിന് വേണ്ടിയിട്ട് അലോക്കേറ്റ് ചെയ്ത് കിട്ടുന്ന ഫണ്ട് കൊണ്ടാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നത്. സോ ബഡ്ജറ്ററി കൺസ്ട്രെയിൻസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇഷ്യൂ ആണ്. നമുക്ക് ഒന്നെങ്കിൽ കിട്ടുന്ന ബഡ്ജറ്റ് തികയത്തില്ല, അല്ലെങ്കിൽ ചിലപ്പോൾ കിട്ടേയില്ല, ലൈക്ക് ഡിലേഡ് ആയിരിക്കും, അല്ലെങ്കിൽ ആവശ്യമുള്ള പ്രൊജക്റ്റിന് ഫണ്ട് കുറവും ആവശ്യമില്ലാത്ത പ്രൊജക്റ്റിന് ഫണ്ട് കൂടുതൽ, അങ്ങനെ ഇന്നഡിക്വേറ്റ് ആയിട്ടുള്ള രീതിയിലായിരിക്കും ചെയ്യുക. സോ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വരുമ്പോൾ ഡെവലപ്മെൻറ്റൽ ഗോൾസ് മീറ്റ് ചെയ്യുക എന്നുള്ളത് ഭയങ്കര ഡിഫിക്കൾട്ടായിരിക്കും. കാരണം ആവശ്യത്തിനുള്ള ഫണ്ടില്ല. സോ പ്രത്യേകിച്ച് ഇപ്പോൾ അഗ്രികൾച്ചറിനോട് ഡിപ്പെൻഡ് ആയിട്ടുള്ള ഒരു ഡിസ്ട്രിക്റ്റാണ്, അഗ്രേറിയൻ ഡിസ്ട്രിക്റ്റാണ് നമ്മുടെ ഡിസ്ട്രിക്റ്റ് എങ്കിൽ അവിടെ ഒരു ഡ്രോട്ടോ അല്ലെങ്കിൽ ക്രോപ്പ് ഫെയിലിയറോ ഒക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ തീർന്നു. സോ ഈ ഫൈനാൻഷ്യൽ റിസോഴ്സസ് ഇല്ലായ്മ എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാലഞ്ചാണ്. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് വൺ ഇസ് പ്രൊസീജിയറൽ ഡിലേ. സോ നമുക്കറിയാം ഇന്ത്യയുടെ ബ്യൂറോക്രാറ്റിക് സിസ്റ്റത്തിൽ ഏറ്റവും വലിയ പ്രശ്നമാണ് പ്രൊസീജിയറൽ കോംപ്ലക്സിറ്റി, പിന്നെ റെഡ് ടേപ്പിസം. ഓഫ് കോഴ്സ് ഒന്നെങ്കിൽ എന്താ പറയുക, ഈ പ്രൊസീജിയറൽ കോംപ്ലക്സിറ്റി കൊണ്ട് നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമെന്ന് വെച്ചാൽ ചിലപ്പോൾ ഒരാളുടെ സിഗ്നേച്ചർ മതിയായിരിക്കാം. പക്ഷേ ഇന്ത്യയിൽ അങ്ങനെയല്ല. ഇന്ത്യയിലൊരു 10 ആളുടെ ഒപ്പുണ്ടെങ്കിലാണ് ആ പരിപാടി നടക്കുള്ളൂ. സോ ഈ 10 ആളുടെ ഒപ്പ് കിട്ടാനായിട്ട് ചിലപ്പോൾ 5ാമത്തെ ആളുടെ ഓഫീസിലെത്തുമ്പോഴത്തേനും ആൾ ചിലപ്പോൾ ലോങ് ലീവിലായിരിക്കും. അപ്പോൾ അതവിടെ കിടക്കും. ചുവപ്പ് നാടയിൽ കുടുങ്ങി കിടക്കാൻ കഴിയട്ടില്ല, റെഡ് ടൈപ്പിസം. സോ ഇന്ത്യയുടെ ഒരു ഏറ്റവും വലിയ പ്രശ്നം ഇതാണ്. സോ ഭയങ്കര കോംപ്ലക്സ് ആയിട്ടുള്ള പ്രൊസീജിയേഴ്സാണ്. സോ അതുകൊണ്ടുണ്ടാവുന്ന ഡിലേസ്, ഒത്തിരി ഓഫീസുകൾ കയറി ഇറങ്ങി നിരങ്ങിയിട്ടാണ് ഒരു ഫയൽ നമുക്ക് അപ്രൂവ് ചെയ്ത് വരുന്നത്. സോ ഇതിൽ ഏതെങ്കിലും ഒരു ഓഫീസിലെ ഫങ്ഷനിങ് ഒന്ന് സ്റ്റോപ്പായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആ ഫയൽ അവിടെ കെട്ടിക്കിടക്കും. സോ ഈ ഒരു പ്രശ്നം ഭയങ്കര ഈ ഒരു പ്രശ്നം ഉള്ളത് കൊണ്ട് തന്നെ ഡിസ്ട്രിക്ട് കളക്ടേഴ്സിന് അവരുടെ ഡെവലപ്മെൻറ്റൽ പ്ലാൻസും പ്രൊജക്ട്സും എല്ലാം പ്രോപ്പറായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ഉണ്ട്. പക്ഷേ ഇതുകൊണ്ടാണെന്ന് പറയാൻ പറ്റില്ലല്ലോ. പറയുമ്പോൾ ഡിസ്ട്രിക്ട് കളക്ടർ ഇംപ്ലിമെൻറ്റ് ചെയ്തില്ല എന്ന് പറയത്തുള്ളൂ. ലൈക്ക് ഈ അപ്രൂവൽ കിട്ടാത്തത് കൊണ്ടാണെന്ന് നമുക്ക് പറഞ്ഞ് ധരിപ്പിക്കുക എന്ന് പറയുന്നത് അത് ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ. സോ അതൊരു വലിയ പ്രശ്നമാണ് ഡിസ്ട്രിക്ട് കളക്ടർ നേരിടേണ്ടി വരുന്നത്. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് വൺ ഇസ് കോർഡിനേഷൻ അക്രോസ് ഡിപ്പാർട്ട്മെൻറ്റ്സ്. സോ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഒരു ഡിസ്ട്രിക്ട് കളക്ടർക്ക് പല ഡിപ്പാർട്ട്മെൻറ്റ്സുമായിട്ടും കോർഡിനേറ്റ് ചെയ്യേണ്ടി വരുമെന്ന്. കോർഡിനേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര എളുപ്പമാണെങ്കിൽ പോലും അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ലൈക്ക് ഈ ഇൻ്റർ ഡിപ്പാർട്ട്മെൻറ്റൽ കോൺഫ്ലിക്ട്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര സ്ട്രോങ് ആയിരിക്കും. അത് മാനേജ് ചെയ്യുക എന്നുള്ളത് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും. ലൈക്ക് 2 ഡിപ്പാർട്ട്മെൻറ്റ്സും അങ്ങോട്ട് ഇങ്ങോട്ട് ചെയ്യില്ല എന്ന് പറഞ്ഞാൽ വാട്ട് ക്യാൻ എ ഡിസ്ട്രിക്ട് കളക്ടർ ഡു? സോ അത് മാനേജ് ചെയ്യുക എന്നുള്ളത് ഭയങ്കര ചാലഞ്ചിങ് ആണ്. പ്രത്യേകിച്ചൊരു വലിയ ഡിസ്ട്രിക്റ്റ് ആണെങ്കിൽ അത് ഭയങ്കര വലിയൊരു ചാലഞ്ച് തന്നെയാണ് ഈ ഡിപ്പാർട്ട്മെൻറ്റൽ കോൺഫ്ലിക്ട്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ആൻഡ് ദാറ്റ്സ് ഇറ്റ് ഫോർ ദ അഡ്മിനിസ്ട്രേറ്റീവ് ചാലഞ്ച്. ആൻഡ് ഒരു ചാലഞ്ചും കൂടെ ഉണ്ട്, അതായത് ട്രാൻസ്ഫറാണ്, സെക്യൂരിറ്റി ഓഫ് ടെന്യൂറാണ്. ഓക്കെ, സോ നമുക്കറിയാം എപ്പോഴെപ്പോഴും ഡിസ്ട്രിക്ട് കളക്ടേഴ്സിനെ പൊളിറ്റീഷ്യൻസൊക്കെ ഭീഷണിപ്പെടുത്തുക, മര്യാദയ്ക്ക് അത് ചെയ്തില്ല വെച്ചാൽ ട്രാൻസ്ഫറൊക്കെ പോയിട്ട് മൂവീസിലൊക്കെ കണ്ടിട്ടില്ലേ. ആൻഡ് ദാറ്റ് ഈസ് ട്രൂ ആക്ച്വലി. സോ മിക്ക ഡിസ്ട്രിക്ട് കളക്ടേഴ്സും അവരുടെ ടെന്യൂർ കംപ്ലീറ്റ് ചെയ്യണതിന് മുന്നേ തന്നെ പറഞ്ഞു വിട്ടുകൊണ്ടിരിക്കുക, ലൈക്ക് അടുത്ത സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ആയിക്കൊണ്ടിരിക്കുക. ദാറ്റ് ഈസ് ഓൾസോ ആൻ അഡ്മിനിസ്ട്രേറ്റീവ് ചാലഞ്ച് ഫേസ്ഡ് ബൈ ദ ഡിസ്ട്രിക്ട് കളക്ടേഴ്സ്. ഓക്കെ, ആൻഡ് ഗോയിങ് ടു ദ നെക്സ്റ്റ്, ഇറ്റ് ഈസ് പൊളിറ്റിക്കൽ ചാലഞ്ചസ്. ഓക്കെ, സോ പൊളിറ്റിക്കലി നമുക്ക് നേരിടേണ്ടി വരുന്ന ഫസ്റ്റ് ചാലഞ്ചാണ് ഇൻഫ്ലുവൻസ് ഓഫ് പൊളിറ്റീഷ്യൻസ്, ലോക്കൽ പൊളിറ്റീഷ്യൻസ്. കുറച്ച് മുന്നേ ഞാൻ പറഞ്ഞുള്ളൂ, ലോക്കൽ പൊളിറ്റീഷ്യൻസ് നമുക്കറിയാം MPs ഉണ്ട്, MLAs ഉണ്ട്, പഞ്ചായത്ത് ലീഡേഴ്സ് ഉണ്ട്. സോ ഇവരെല്ലാവരും ലൈക്ക് ഇപ്പോൾ അവരുടെ എന്തെങ്കിലും ബെനഫിറ്റ് കിട്ടുന്ന രീതിയിലൊരു പ്രൊജക്റ്റ് അയച്ചാൽ നമ്മളോട് പറയും, അല്ലെങ്കിൽ DCനോട് പറയും ആ പ്രൊജക്റ്റ് അങ്ങ് അപ്രൂവ് ചെയ്തു തരാം കേട്ടോ. സോ ഇങ്ങനെ നമുക്ക് അങ്ങനത്തെ ഇഷ്യൂസ് ഭയങ്കര കോമൺ ആണ്. ഓക്കെ, ഈ പൊളിറ്റീഷ്യൻസ് കാരണം ഉണ്ടാകുന്ന ഇഷ്യൂസ്, ചെയ്തില്ല വെച്ചാൽ ട്രാൻസ്ഫർ ചെയ്യും, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. സോ കളക്ടറിൻ്റെ ഡ്യൂട്ടി ലോ ആൻഡ് ഓർഡർ അപ്ഹോൾഡ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ ഈ പറയുന്ന പൊളിറ്റീഷ്യൻസിൻ്റെ ഇൻട്രസ്റ്റും ഡിമാൻഡ്സും അവർ ചിലപ്പോൾ അവരുടെ ജനങ്ങളുടെ അവസ്ഥ കണ്ടിട്ട് പറയണതായിരിക്കാം. ബട്ട് സ്റ്റിൽ എല്ലാം കൂടി ഒരു പ്രോപ്പർ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത്, ഇവരുടെ ഇൻട്രസ്റ്റ് മെയിൻറ്റെയിൻ ചെയ്യണം, എല്ലാം ഭയങ്കര പ്രഷറാണ്
അഡ്മിനിസ്ട്രേറ്റീവ് ഡിസിഷൻ എടുക്കുന്നതിൽ ഒരു ഡിസ്ട്രിക്ട് കളക്ടറിൻ്റെ മേലുണ്ടാക്കുന്നത്. ഓക്കെ, സോ ദാറ്റ് ഈസ് ഫോർ ദി ഇൻഫ്ലുവൻസ് ഓഫ് ലോക്കൽ പൊളിറ്റീഷ്യൻസ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓരോ പൊളിറ്റീഷ്യൻസിനും അവരുടേതായിട്ടുള്ള ഇൻട്രസ്റ്റുകൾ ഉണ്ടാകും. സോ അവർ പറയും ഇന്ന പ്രൊജക്റ്റിലേക്ക് ഫണ്ട് അലോക്കേറ്റ് ചെയ്യണം, സോ ഇന്ന പ്രൊജക്റ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്യണം. സോ ഈ പോളിസി ഇംപ്ലിമെൻറ്റേഷൻ ഓരോരുത്തർക്കും ഓരോ പ്രൊജക്ട്സിനോടായിരിക്കും ഇൻട്രസ്റ്റ്. കാരണം അവരുടെ കോൺസ്റ്റിറ്റ്യുവൻസീനെ ബെനിഫിറ്റ് ചെയ്യുന്ന പ്രൊജക്റ്റ് ഡിഫറെൻ്റ് ആയിരിക്കാം. സോ ഇങ്ങനെയൊരു സിറ്റുവേഷൻ വരുമ്പോൾ എല്ലാവരുടെയും ഡെവലപ്മെൻറ്റ് ഗോൾസായിട്ട് അലൈൻ ചെയ്ത് പോകുക എന്നുള്ളത് ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, സോ ഡിസ്ട്രിക്ട് കളക്ടർ ഈ വക പ്രഷേഴ്സും കാര്യങ്ങളെല്ലാം നാവിഗേറ്റ് ചെയ്ത് ലാർജർ പബ്ലിക് ഇൻട്രസ്റ്റിന് വേണ്ടത് എന്താണോ അതിന് ഫോക്കസ് ചെയ്ത് മുമ്പോട്ട് പോകേണ്ടി വരും. സോ അതൊരു ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, ആൻഡ് ദ ലാസ്റ്റ് വൺ ഇസ് VIP ഡ്യൂട്ടീസ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. എപ്പോഴും ഡിഗ്നിറ്ററീസ് എല്ലാം നമ്മളെ വിസിറ്റ് ചെയ്യാൻ വരും, നമ്മുടെ ഡിസ്ട്രിക്റ്റിലേക്കൊക്കെ വിസിറ്റ് ചെയ്യാൻ വരും. മിനിസ്റ്റേഴ്സൊക്കെ മിക്കപ്പോഴും വരും. സോ ഇവരൊക്കെ വന്നു കഴിഞ്ഞാൽ അവരെ പോയി കാണുക, അവരുടെ അല്ലാത്തുള്ള ഡ്യൂട്ടീസ് ചെയ്യുക. സോ ഇതൊക്കെ ഒരു ചലഞ്ച് തന്നെയാണ് ഇവർക്ക്. നമുക്കറിയാം ഡിസ്ട്രിക്ട് കളക്ടർക്ക് ഒത്തിരി ഡ്യൂട്ടീസ് ഉണ്ട്. ഇതിൻ്റെ ഇടയിൽ ഒരു മിനിസ്റ്റർ വന്നു കഴിഞ്ഞാൽ ഇതെല്ലാം ഇട്ടെറിഞ്ഞിട്ടായിരിക്കും അവരങ്ങോട്ട് പോവുക. ഓക്കെ, VIP ഡ്യൂട്ടിയിൽ പെടുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതായത് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ പ്രോട്ടോക്കോൾ ഡ്യൂട്ടിയാണ്. പ്രോട്ടോക്കോൾ ഡ്യൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മിനിസ്റ്ററോ അല്ലെങ്കിൽ ഒരു ഹൈ റാങ്കിങ് ഓഫീഷ്യൽ ആരെങ്കിലും അദ്ദേഹത്തിൻ്റെ ഡിസ്ട്രിക്റ്റിൽ വന്നു കഴിഞ്ഞാൽ ആ പുള്ളിക്കാരൻ്റെ വരവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ അറേഞ്ച്മെൻറ്റ്സും കാര്യങ്ങളെല്ലാം ആരൊക്കെ അവരെ വിസിറ്റ് ചെയ്യുന്നത് എല്ലാം പ്രോട്ടോക്കോൾ അനുസരിച്ചിട്ടാണോ, ഇതെല്ലാം എൻഷുർ ചെയ്യേണ്ട ഡ്യൂട്ടി ആരുടെയാണ്? ഡിസ്ട്രിക്ട് കളക്ടറിൻ്റെയാണ്. പിന്നെ റിവ്യൂ മീറ്റിങ്സ് നടത്തേണ്ടി വരും. പിന്നെ പുള്ളി എന്തെങ്കിലും ഇനോഗ്രേഷനോ പബ്ലിക് ഇവൻറ്റ്സിനൊക്കെയൊക്കെ പോവുക വെച്ചാൽ ആ ഒരു ഇവൻറ്റ് ഓർഗനൈസ് ചെയ്യാനും അദ്ദേഹത്തിൻ്റെ സെക്യൂരിറ്റി എൻഷുർ ചെയ്യാനും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് ഡിസ്ട്രിക്ട് കളക്ടറിൻ്റെ ഡ്യൂട്ടിയാണ്. പിന്നെ മീഡിയ പബ്ലിക് എൻഗേജ്മെൻറ്റ്, നമുക്കറിയാം ആരെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ അപ്പോൾ ഓടി പിടിച്ച് വരും മീഡിയാസും പബ്ലിക്കിലെ ആൾക്കാരൊക്കെ. സോ അവരുടെയൊക്കെ ആ ഒരു അറ്റൻഷൻസൊക്കെ ഡൈവേർട്ട് ചെയ്തിട്ട് അപ്പോൾ അവരെ ഇതിൽ നിന്നും ലൈക്ക് ആ വരുന്ന ഡിഗ്നിറ്ററീനെ അതിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യുക. സോ ഇതിൻ്റെ എല്ലാം അറേഞ്ച്മെൻറ്റ്സ് ചെയ്യേണ്ട ആളാരാണ്? ഡിസ്ട്രിക്ട് കളക്ടറാണ്. സോ എങ്ങനെയൊക്കെ വന്നാലും ഈ ഡ്യൂട്ടിയൊക്കെ ചെയ്ത് വരുമ്പോഴത്തേനും അദ്ദേഹത്തിൻ്റെ ചെയ്തുകൊണ്ടിരുന്ന ഡ്യൂട്ടീസ് ലൈക്ക് അഡ്മിനിസ്ട്രേറ്റീവ് ഡെവലപ്മെൻറ്റൽ ഡ്യൂട്ടീസ് എല്ലാം അവിടെ ഹോൾട്ട് ചെയ്തിട്ടായിരിക്കും അദ്ദേഹം ഇവിടെ വന്നിട്ട് ഈ VIP ഡ്യൂട്ടി ചെയ്യുന്നത്. സോ അതൊരു ചാലഞ്ച് തന്നെയാണ് ആക്ച്വലി. അദ്ദേഹത്തിൻ്റെ ചെയ്യേണ്ടതായിട്ടുള്ള ജനങ്ങൾക്ക് വേണ്ടി അദ്ദേഹം ചെയ്യേണ്ടത് ചിലപ്പോൾ ആ ഒരു ടൈമിൽ ഒരു സൈൻ ഇട്ടിരുന്നെങ്കിൽ ഒരു പ്രൊജക്റ്റ് അപ്രൂവ് ആയി പോയാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ജനങ്ങൾക്ക് പറ്റുന്ന വേണ്ടിയിരുന്നൊരു നല്ല കാര്യം നടന്നേനെ. ബട്ട് സ്റ്റിൽ ഈ VIP ഡ്യൂട്ടീസ് ഇസ് എ ചാലഞ്ച് ഫോർ ദ ഡിസ്ട്രിക്ട് കളക്ടർ. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ് ഫോർ പൊളിറ്റിക്കൽ ചാലഞ്ചസ്. ആൻഡ് നമ്മളിനി മൂവ് ചെയ്യാൻ പോകുന്നത് അക്കൗണ്ടബിലിറ്റി ആൻഡ് ട്രാൻസ്പെറൻസി ഇഷ്യൂസിലേക്കാണ്. ഫസ്റ്റ് പോയിന്റ് ഇസ് പബ്ലിക് എക്സ്പെക്റ്റേഷൻ വേഴ്സസ് റിയാലിറ്റി. നമുക്കറിയാം, ഞാൻ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിരുന്നു ലൈക്ക് നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ഒരു റെപ്രസെൻറ്റേറ്റീവാണ്, സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ഡിസ്ട്രിക്ട് ലെവലിലെ റെപ്രസെൻറ്റേറ്റീവാണ് ആര്? കളക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, സോ ജനങ്ങൾക്ക് ഒരു എക്സ്പെക്റ്റേഷൻ ഉണ്ട്, അതായത് കളക്ടറാണ് എല്ലാം ചെയ്യുന്നത്. സോ ഈ പോളിസി ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് പ്രോപ്പർ ആയില്ലെങ്കിൽ അത് കളക്ടർ ചെയ്യാത്തതിൻ്റെ പ്രശ്നം കൊണ്ടാണ്. അങ്ങനെ ഒരു ബയസ്ഡ് ആയിട്ടുള്ളൊരു മെൻറ്റാലിറ്റി ഉണ്ട് നമ്മളെ ജനങ്ങൾക്ക്. സോ ഈ ഡിസ്ട്രിക്ട് കളക്ടറായിരിക്കും ഗവൺമെൻറ്റിൻ്റെ പ്രോഗ്രാംസ് സക്സസ് ആയാലും ഫെയിൽ ആയാലും അതിൻ്റെ ഫുൾ റെസ്പോൺസിബിലിറ്റി ആരുടെ തലയിലാണ്? ഡിസ്ട്രിക്ട് കളക്ടറുടെ തലയിലാണ് വന്നിരിക്കുക. ഓക്കെ, പക്ഷേ അതങ്ങനെയല്ല. അതിലേക്കുള്ള ഫണ്ട് അലോക്കേറ്റ് ചെയ്യുന്നതും ഈവൻ ആ പ്രൊജക്റ്റ് ഡിസൈഡ് ചെയ്യുന്നതും ഇതെല്ലാം മേലുദ്യോഗസ്ഥർ ലൈക്ക് പൊളിറ്റീഷ്യൻസ് ലൈക്ക് നമ്മുടെ പോളിസി ഇംപ്ലിമെൻറ്റേഴ്സും കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, ഹയർ അതോറിറ്റീസൊക്കെയാണ്. അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്ന അപരാധം മാത്രം ഡിസ്ട്രിക്ട് കളക്ടേഴ്സ് ചെയ്യുന്നുള്ളൂ. പക്ഷേ ഇത് ഫെയിലായി കഴിഞ്ഞാൽ എന്താ? അവരുടെ കുറ്റമാണ് ഫുൾ. ഓക്കെ, സോ പബ്ലിക് എക്സ്പെക്റ്റേഷൻ അങ്ങനെയാണ്, പക്ഷേ റിയാലിറ്റി അങ്ങനെയല്ല. സോ ദാറ്റ് ഈസ് ആൻ അക്കൗണ്ടബിലിറ്റി ആൻഡ് ട്രാൻസ്പെറൻസി ഇഷ്യൂ ഫേസ്ഡ് ബൈ ദ ഡിസ്ട്രിക്ട് കളക്ടർ. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് ട്രാൻസ്പെറൻസി കറപ്ഷനായിട്ട് റിലേറ്റ് ചെയ്തിട്ട്. സോ കറപ്ഷൻ ഒരു പ്രധാനപ്പെട്ട ഇഷ്യൂ തന്നെയാണ്. സോ ഡിസ്ട്രിക്ട് കളക്ടർക്കാണ് പബ്ലിക് ഫണ്ടൊക്കെ പ്രോപ്പറായിട്ടാണ് യൂട്ടിലൈസ് ചെയ്യേണ്ടതും പിന്നെ ഗവൺമെൻറ് ഓഫീസേഴ്സും ഒഫീഷ്യൽസ് എല്ലാം സത്യസന്ധതയോടു കൂടി ഇൻറ്റഗ്രിറ്റിയോട് കൂടിയാണ് വർക്ക് ചെയ്യുന്നത് എന്നൊക്കെ എൻഷുർ ചെയ്യേണ്ടത് ഡിസ്ട്രിക്ട് കളക്ടറിൻ്റെ ഡ്യൂട്ടിയാണ്. പക്ഷെ നമുക്കറിയാം ഒരു സിസ്റ്റമാറ്റിക് കറപ്ഷൻ തന്നെ നമ്മുടെ സിസ്റ്റത്തിൽ നടക്കുന്നുണ്ട്. ഓക്കെ, സോ അതെല്ലാം കളഞ്ഞിട്ട് ലൈക്ക് അതെല്ലാം ഇല്ലാണ്ടാക്കി മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളത് ഡിസ്ട്രിക്ട് കളക്ടറുടെ ഡ്യൂട്ടിയാണ്. പക്ഷേ പുള്ളിക്കാരന് എല്ലാ മൂലയ്ക്കിലെത്താൻ പറ്റാറില്ല.
സോ അതും ഒരു ചാലഞ്ചാണ്, ലൈക്ക് ഈ കറപ്ഷൻ അതുമായിട്ട് റിലേറ്റഡ് ഉള്ള ട്രാൻസ്പെറൻസി ഇഷ്യൂ എന്നുള്ളത്. ഓക്കെ, നമുക്ക് എക്സാമ്പിളൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഈ സബ്സിഡി അല്ലെങ്കിൽ റിലീഫ് ഫണ്ടൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ടൈമിലൊക്കെ ആകുമ്പോൾ ഒത്തിരി സ്ഥലങ്ങളിൽ പൈസയൊക്കെ മുങ്ങിപ്പോണത് കാണാൻ സാധിക്കും. അത് ഒരു നമുക്ക് എക്സാമ്പിളായിട്ട് പറയാൻ പറ്റുന്നൊരു കാര്യമാണ്. സോ കറപ്ഷൻ ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ഇഷ്യൂ ഹിയർ. ഓക്കെ, ദ നെക്സ്റ്റ് വൺ ഇസ് സോഷ്യൽ ചാലഞ്ചസ്. സോഷ്യലി നേരിടേണ്ടി വരുന്ന ചാലഞ്ചസ് ആണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ദ ഫസ്റ്റ് വൺ ഇസ് കൾച്ചറൽ സെൻസിറ്റിവിറ്റി ആൻഡ് സോഷ്യൽ ഡൈനാമിക്സ്. ഓക്കെ, സോ നമുക്കറിയാം ഇന്ത്യ എന്ന് പറയുന്നത് ഡൈവേഴ്സ് ആയിട്ടുള്ള സോഷ്യോ കൾച്ചറൽ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു മേഖലയാണ്. ഓക്കെ, ഒത്തിരി സോഷ്യോ കൾച്ചറൽ ഗ്രൂപ്പ്സ് നമുക്ക് കാണാൻ സാധിക്കും. ഓരോ ഡിസ്ട്രിക്റ്റിലും യുണീക്കായിട്ടുള്ള സോഷ്യോ കൾച്ചറൽ ഗ്രൂപ്പ്സ് ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, സോ ഇതേപോലെ സോഷ്യോ കൾച്ചറൽ ഭയങ്കര ഡൈനാമിക് ആയിട്ടുള്ള ഒരു സ്ഥലത്തൊക്കെയാണ്, ഒരു ഡിസ്ട്രിക്റ്റൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കളക്ടർക്ക് ഭയങ്കര സെൻസിറ്റീവായിട്ടുള്ള ഇതുപോലത്തെ ഇഷ്യൂസിലൊക്കെ ഇടപെടേണ്ടി വരും. സോ അവർ തമ്മിലുള്ള കോൺഫ്ലിക്ട്സ് മാനേജ് ചെയ്യേണ്ടി വരും. കാസ്റ്റ് കാരണം, റിലീജിയൻ കാരണം, അല്ലെങ്കിൽ എത്നിക് ഡിഫറൻസ് കാരണം ഉണ്ടാകുന്ന ഇഷ്യൂസൊക്കെ ഹാൻഡിൽ ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. ഓക്കെ, ദ നെക്സ്റ്റ് വൺ ഇസ് കമ്മ്യൂണൽ ടെൻഷൻസ്. ഹിസ്റ്റോറിക്കലി കമ്മ്യൂണൽ ടെൻഷൻസ് ഉള്ളൊരു ഡിസ്ട്രിക്റ്റൊക്കെ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസ്ട്രിക്ട് കളക്ടർക്ക് അവിടെ പീസ് ആൻഡ് ഹാർമണി മെയിൻറ്റെയിൻ ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ആൻഡ് ഓഫ് കോഴ്സ് അത് ചാലഞ്ചിങ് ആയിട്ടുള്ളൊരു കാര്യമാണ്. സോ അവിടുത്തെ കമ്മ്യൂണിറ്റി ലീഡേഴ്സായിട്ടൊക്കെ നമ്മളെപ്പോഴും മീഡിയേറ്റ് ചെയ്യേണ്ടി വരും. കോൺഫ്ലിക്റ്റൊക്കെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. ഇമ്പാർഷ്യലായിട്ട് നമുക്ക് ലോ എൻഫോഴ്സ്മെൻ്റ് ഒക്കെ നടത്തേണ്ടി വരും. സോ അത് ഭയങ്കര ചാലഞ്ചിങ് ആയിട്ടുള്ള കാര്യമാണ്. നമുക്ക് മണിപ്പൂരിൻ്റെ എക്സാമ്പിളൊക്കെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും ഹൗ ഡിഫിക്കൾട്ട് ഇറ്റ് ഈസ്. ഓക്കെ, സോ കമ്മ്യൂണൽ ടെൻഷൻസ് ഒരു ചാലഞ്ചിങ് ഫീച്ചർ തന്നെയാണ്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് വൺ ഇസ് ഹൈ പബ്ലിക് എക്സ്പെക്റ്റേഷൻസ്. സോ പബ്ലിക് എക്സ്പെക്റ്റേഷൻസിനെ കുറിച്ച് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു. സോ കളക്ടർ എപ്പോഴും ജനങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ നേരിട്ട് കണ്ടറിഞ്ഞ് അത് ഫുൾ അഡ്രസ്സ് ചെയ്യാനായിട്ടുള്ള ഒരാളായിട്ടാണ് നമ്മൾ കാണുന്നത്. ബട്ട് സ്റ്റിൽ ദ ലെസ് വി തിങ്ക് അബൌട്ട് ഹൗ ഹി ഡസ് ഇറ്റ്. പുള്ളിക്കാരൻ അത് ചെയ്യുന്നത് ഹയർ ഒഫീഷ്യൽസിൽ നിന്ന് കിട്ടുന്ന അപ്രൂവൽസും ഫൈനാൻസസൊക്കെ വെച്ചിട്ടായിരിക്കും. അതൊക്കെ കിട്ടിയാലാണ് കളക്ടർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റത്തുള്ളൂ. ബട്ട് സ്റ്റിൽ പീപ്പിൾ തിങ്ക് ഹീ ഈസ് ദ സെൻട്രൽ പാർട്ട്, അല്ലെങ്കിൽ പുള്ളിയാണ് എല്ലാം ഡിസൈഡ് ചെയ്യുന്നത്. സോ അങ്ങനെ ഒരു ചലഞ്ച് നേരിടേണ്ടി വരുന്നുണ്ട് കളക്ടർക്ക്. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് ഇസ് എലിറ്റിസ്റ്റ് ബിഹേവിയർ ആൻഡ് ബയസ്നെസ്. ഓക്കെ, നമുക്കറിയാം ബ്യൂറോക്രാറ്റ്സിനും ഗവൺമെൻറ് ഒഫീഷ്യൽസിനൊക്കെ പൊളിറ്റീഷ്യൻസിനോടുള്ള ഒരു എലൈറ്റിസ്റ്റ്. ഓക്കെ, ഞങ്ങളൊക്കെ പഠിച്ച് പാസ്സായിട്ടാണ് ഇരിക്കുന്നത്, നിങ്ങൾ ചുമ്മാ നിന്ന് ഇലക്ഷൻ ജയിച്ചിട്ട് കയറിയതല്ലേ, ആ ഒരു മെൻറ്റാലിറ്റി. പിന്നെ ആ ഒരു ബയസ്നെസ്, നിങ്ങൾക്ക് വലിയ പഠിപ്പും വിവരമില്ല, ഞങ്ങൾ ഇത്രയും പഠിച്ചിട്ട് ഇത്രയും കഷ്ടപ്പെട്ടുള്ള എക്സാം പാസ്സായിട്ടാണ് ഞങ്ങളിവിടെ നിൽക്കുന്നത്. സോ ആ ഒരു മെൻറ്റാലിറ്റി അതും ഒരു ചലഞ്ച് തന്നെയാണ്. ഓക്കെ, നേരെ തിരിച്ചും അവർ ചിന്തിക്കുന്നുണ്ട്, അവരങ്ങനെ ചിന്തിച്ചിട്ടാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത്, നമുക്ക് വലിയ വിലയില്ലാന്ന് പൊളിറ്റീഷ്യൻസും ചിന്തിക്കുന്നു. സോ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലുള്ള ആ ഒരു ബിഹേവിയർ ആൻഡ് ബയസ്നെസ്, സോ അതും ഒരു ചാലഞ്ച് തന്നെയാണ്. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ദ സോഷ്യൽ ചാലഞ്ചസ്. ആൻഡ് the next one is economic challenges. Okay, first point is addressing poverty and inequality. നമുക്കറിയാം ഇന്ത്യയിലെ മിക്ക സ്ഥലങ്ങളിലും ഇപ്പോഴും പോപ്പുലേഷൻ ജീവിക്കുന്നത് പോവർട്ടിയിലാണ്, ഒത്തിരി പേര്. ഓക്കെ, പിന്നെ നമുക്ക് നല്ലോണം ഇക്കണോമിക് ഡിസ്പാരിറ്റി കാണാൻ സാധിക്കും. സോ ഡിസ്ട്രിക്ട് കളക്ടർ ഒരു ഈ പോവർട്ടി മാറ്റുക അല്ലെങ്കിൽ ഒരു ഇക്കണോമിക് ഡിസ്പാരിറ്റി കുറയ്ക്കുക, ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ട് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന പോവർട്ടി അലവേഷൻ പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടല്ലോ. സോ ഈ പോവർട്ടി അലവേഷൻ പ്രോഗ്രാംസ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിൻ്റെ കീ റോള് ആർക്കാണുള്ളത്? ഡിസ്ട്രിക്ട് കളക്ടർക്കാണുള്ളത്. സോ ഇങ്ങനത്തെ പോവർട്ടി അലവേഷൻ പ്രോഗ്രാംസൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിലൂടെ ഇക്കണോമിക് ഡെവലപ്മെൻറ്റ് എൻഷുർ ചെയ്യാനും അത് സൊസൈറ്റിയിലെ എല്ലാവർക്കും ഒരേപോലെ ബെനിഫിറ്റഡ് ആവുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തുകയൊക്കെ ആരാണ്? ഡിസ്ട്രിക്ട് കളക്ടർക്ക് ചെയ്യേണ്ടി വരുന്നൊരു കാര്യമാണ്. പക്ഷേ മിക്കപ്പോഴും എന്താ പറ്റുക, ഈ ഭയങ്കര ഡിസ്പാരിറ്റി കാരണം നമുക്ക് അത് ഫുള്ളി മീറ്റ് ചെയ്യാൻ പറ്റാറില്ല. നമുക്കറിയാം അത്രത്തോളം ഡിസ്പാരിറ്റി ഉണ്ട് ആക്ച്വലി. അംബാനിയുടെ അവസ്ഥയും ഒരു സാധാരണക്കാരൻ്റെ അവസ്ഥയും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആനയും ഉറുമ്പും എന്നല്ല പറയേണ്ടത്, ആനയിലും വലിയ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരേണ്ടി വരും. സോ അതൊരു പ്രശ്നമാണ്. സോ ദാറ്റ് ഈസ് എ ചാലഞ്ച്. നമ്മൾ ഈ ഡിസ്പാരിറ്റി കുറയ്ക്കാനായിട്ട് പ്രോഗ്രാംസ് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ പോലും ദാറ്റ് ഈസ് നോട്ട് ആക്ച്വലി മീറ്റിംഗ് ദ ഓർ ഹിറ്റിംഗ് ദ goal. Okay, so that is the first point. The next thing is balancing development with environmental concerns.
ഒരു ഡിസ്ട്രിക്ട് കളക്ടറിൻ്റെ റോളാണ് ഡെവലപ്മെൻറ്റ് കൊണ്ടുവരിക എന്നുള്ളതും അതേപോലെ തന്നെ എൻവയോൺമെൻറ്റ് കൺസേർവ് ചെയ്യുക എന്നുള്ളതും. സോ സസ്റ്റൈനബിൾ ആയിട്ടുള്ള എൻവയോൺമെൻറ്റൽ റെഗുലേഷൻസ് കൊണ്ടുവരിക അല്ലെങ്കിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്നുള്ളത് ഡിസ്ട്രിക്ട് കളക്ടറിൻ്റെ ഡ്യൂട്ടിയാണ്. പക്ഷെ ഒരു ഇക്കോളജിക്കലി സെൻസിറ്റീവ് ആയിട്ടുള്ള ഏരിയ ആണ്, എപ്പോഴും ഒരു ഡിസാസ്റ്റർ പ്രോൺ ഏരിയ ആണ് എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇങ്ങനത്തെ പ്രോഗ്രാംസൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്നുള്ളത് റിസ്ക്കി ആയിട്ടുള്ളൊരു കാര്യമാണ്. ഡെവലപ്മെൻറ്റൽ പ്രോഗ്രാംസ് ഇംപ്ലിമെൻറ്റേഷൻ റിസ്ക്കിയാണ്. റിസോഴ്സ് നമുക്കവിടെ ബിക്കോസ് നമുക്കവിടെ ഡിസാസ്റ്ററിനോ അല്ലെങ്കിൽ ക്രൈസിസിനോ സാധ്യതയുള്ളൊരു ഏരിയ ആയതുകൊണ്ടാണ്. സോ ദാറ്റ് ഈസ് അനദർ ചലഞ്ച് ഫേസ്ഡ് ബൈ ദ ഡിസ്ട്രിക്ട് കളക്ടർ. നെക്സ്റ്റ് പോയിൻ്റ് ഈസ് അഗ്രേറിയൻ ഡിസ്ട്രസ്സസ്. നമുക്കറിയാം ഒരു അഗ്രേറിയൻ ഡിസ്ട്രിക്റ്റിലൊക്കെയാണ് നമ്മുടെ വർക്ക് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ അഗ്രേറിയൻ ഇഷ്യൂസ് അല്ലെങ്കിൽ അഗ്രേറിയൻ ഡിസ്ട്രസ്സസ് വളരെ കൂടുതലായിരിക്കും. ലൈക്ക് ക്രോപ്പ് ഫെയിലിയേഴ്സ്, ഡ്രോട്ടുകൾ ആൻഡ് അതുമായിട്ട് അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റായിട്ട് വരുന്ന ഫാമേഴ്സ് സൂയിസൈഡ്സ്. സോ ഇതെല്ലാം കോർഡിനേറ്റ് ചെയ്ത് എല്ലാവരെയും റിലീഫ് നമുക്കിത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റിലീഫ് എഫേർട്സിലും പിന്നെ ഗവൺമെൻറ് സപ്പോർട്ട് പ്രോഗ്രാംസിലൊക്കെ എല്ലാവരും ആഡ് ചെയ്ത് ഇതെല്ലാം കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളത് ഒരു ചലഞ്ചിങ് ആയിട്ടുള്ളൊരു ടാസ്ക്കാണ്. ഓക്കെ, അതാണ് അഗ്രിഗറിയൻ ഡിസ്ട്രസ്സുമായിട്ട് ബന്ധപ്പെട്ട ചാലഞ്ച്. ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് ഇൻഡസ്ട്രിയൽ റിലേഷൻസ് ആൻഡ് ലേബർ ഇഷ്യൂസ്. നമുക്കറിയാം ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ് ഒക്കെ ഭയങ്കര കോമൺ ആണ് ഇപ്പം. ലൈക്ക് ലേബർ ഡിസ്പ്യൂട്ട്സ് അല്ലെങ്കിൽ അവർ പ്രതിഷേധിക്കുന്ന കാര്യങ്ങളൊക്കെ, ലേബർ അൺട്രസ്റ്റ്, വർക്കേഴ്സ് മാനേജ്മെൻറ്റ് തമ്മിലുള്ള ലൈക്ക് അവരുടെ ഫീ അല്ലെങ്കിൽ അവരുടെ വേതനം കൂട്ടാനായിട്ടുള്ള രീതിയിലുള്ള ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ. സോ ഒരു ഡിസ്ട്രിക്ട് കളക്ടർക്ക് ഈ പറയുന്ന ഇൻഡസ്ട്രിയൽ ലോസും ഇംപ്ലിമെൻറ്റ് ചെയ്യണം, ഈ പറയുന്ന വർക്കേഴ്സിൻ്റെ റൈറ്റ്സും ഇംപ്ലിമെൻറ്റ് ചെയ്യണം. എല്ലാം ഒരു ബാലൻസിൽ അങ്ങോട്ട് കൊണ്ടുപോകണം. ലൈക്ക് രണ്ട് സൈഡും ബാലൻസ്ഡ് ആയിട്ട് നിൽക്കണം. സോ ദാറ്റ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ഇഷ്യൂ. ഓക്കെ, അതാണ് ഇൻഡസ്ട്രിയൽ റിലേഷൻസും അതുമായിട്ട് ബന്ധപ്പെട്ട ലേബർ ഇഷ്യൂസും എന്ന് പറയുന്ന ആ ഒരു പോയിൻറ്റ്. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ഇക്കണോമിക് ചാലഞ്ചസ്. സോ നമ്മൾ പോവർട്ടിയും ഇൻഇക്വാലിറ്റിക്ക് അഡ്രസ്സ് ചെയ്യുന്നത് ഒരു ചാലഞ്ചിങ് ആയിട്ടുള്ള ഇഷ്യൂ ആണ് ഇങ്ങനത്തെ ഒരു സൊസൈറ്റിയിൽ. ആൻഡ് ഓൾസോ ഡെവലപ്മെൻറ്റ് എൻവയോൺമെൻറ്റൽ കൺസേൺസ് ആയിട്ട് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളത് അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാലഞ്ചാണ്. പിന്നെ അഗ്രേറിയൻ ഡിസ്ട്രിക്ട്സിൽ അഗ്രേറിയൻ ഡിസ്ട്രസ്സസ് മീറ്റ് ചെയ്യുക ആൻഡ് ലേബർ ഇഷ്യൂസ് ഇൻ ഇൻഡസ്ട്രീസ്. സോ അതും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇക്കണോമിക് ചാലഞ്ചാണ്. ഓക്കെ, ആൻഡ് ദ ലാസ്റ്റ് വൺ ഇസ് പേഴ്സണൽ ചാലഞ്ചസ്. പേഴ്സണൽ ചാലഞ്ചസിൽ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് ഹൈ സ്ട്രെസ് എൻവയോൺമെൻ്റ് ആണ്. സ്ട്രെസ്സിനെ പറ്റി ഞാൻ പറയേണ്ട ആവശ്യമില്ല, കാരണം ഇത്ര നേരം നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് കളക്ടറിൻ്റെ സ്ട്രെസ്സുകൾ അല്ലെങ്കിൽ ഇഷ്യൂസ് എന്തൊക്കെയാണെന്നാണ്. സോ ഇത്രയും ഇഷ്യൂസ് ഒരുമിച്ച് ഹാൻഡിൽ ചെയ്യേണ്ടി വരുന്ന ഒരു മനുഷ്യൻ്റെ സ്ട്രെസ്സ് എത്രത്തോളം ആയിരിക്കും നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, സോ കളക്ടർക്ക് എപ്പോഴും ക്വിക്കായിട്ടുള്ള ഡിസിഷൻ മേക്കിംഗ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. സോ ക്രൈസിസിൻ്റെ ടൈമിലൊക്കെ ആണെങ്കിൽ പ്രത്യേകിച്ച് നാച്ചുറൽ ഡിസാസ്റ്ററോ അല്ലെങ്കിൽ ഒരു പബ്ലിക് ഹെൽത്ത് എമർജൻസി ഒക്കെ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ടെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര എക്സ്ട്രീം ടെൻഷൻസ് ആയിരിക്കും. ഓക്കെ, സോ ഭയങ്കര പ്രഷറായിരിക്കും ആ സമയത്ത് നേരിടേണ്ടി വരുക. സോ ഈ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ളൊരു എൻവയോൺമെൻറ്റ് അദ്ദേഹത്തിൻ്റെ ഹെൽത്തിനെ ബാധിക്കാനായിട്ടൊക്കെ സാധ്യതകൾ കൂടുതലാണ്. സോ അതാണ് ഒരു പേഴ്സണൽ ചാലഞ്ച്. ആൻഡ് ദി നെക്സ്റ്റ് വൺ ഇസ് വർക്ക് ലൈഫ് ബാലൻസ്. നമുക്കറിയാം ഒരു ഡിസ്ട്രിക്ട് കളക്ടറായിട്ട് ഇരിക്കുമ്പോൾ ആ ഒരു ജോബിൻ്റെ നേച്ചർ അത് ഭയങ്കര ഡിമാൻഡിങ് നേച്ചറുള്ള ഒരു ജോബാണ്. ലൈക്ക് നമ്മുടെ കുറേ വർക്കിംഗ് അവേഴ്സ് അതിലേക്ക് എഫേർട്ട് ഇടേണ്ടി വരും. ലൈക്ക് ലോങ് വർക്കിംഗ് അവേഴ്സാണ്. പിന്നെ ഫ്രീക്വൻ്റ് ആയിട്ട് ട്രാവൽ ചെയ്യേണ്ടി വരും. പിന്നെ എപ്പോഴും ലൈക്ക് കോൺസ്റ്റൻ്റ്ലി നമ്മൾ അവൈലബിൾ ആയിരിക്കണം, കോളിൽ എപ്പോഴും അവൈലബിൾ ആയിരിക്കണം. പേഴ്സണൽ ലൈഫ് നമുക്ക് എത്രത്തോളം എൻജോയ് ചെയ്യാൻ പറ്റും, ഇതൊക്കെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് തന്നെയാണ്. മെയിൻറ്റെയിൻ ചെയ്യുന്നവരുണ്ട്, ബട്ട് സ്റ്റിൽ ഈ ഒരു വർക്ക് ലൈഫ് ബാലൻസ് ഈ ഒരു ജോബിലിരിക്കുമ്പോൾ ദാറ്റ് ഈസ് എ ഡിഫിക്കൾട്ട് തിങ് ആൻഡ് ദാറ്റ് ഈസ് അവർ നമ്മുടെ കഴിവാണത്, ബട്ട് സ്റ്റിൽ അതൊരു ചാലഞ്ച് തന്നെയാണ്. ഓക്കെ, സോ നമ്മൾ ഇത്ര നേരം ഡിസ്ട്രിക്ട് കളക്ടറിൻ്റെ സിഗ്നിഫിക്കൻസസും ആൻഡ് ലേറ്റർ നമ്മൾ ചാലഞ്ചസും ഡിസ്കസ് ചെയ്തു. സോ നമുക്ക് ഇത്രയും ഡിസ്കസ് ചെയ്തതിൽ നിന്നും വി ഗെറ്റ് ടു ദ പോയിൻറ്റ് ദാറ്റ് അദ്ദേഹം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കീ ഫിഗറാണ്. ലൈക്ക് ഗവൺമെൻറ് പോളിസീസ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നു, ലോ ആൻഡ് ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യുന്നു, ഡെവലപ്മെൻറ്റ് കൊണ്ടുവരുന്നു, എല്ലാം ചെയ്യുന്നുണ്ടെങ്കിൽ പോലും he is under extreme challenges and pressures. So that is the takeaway from this discussion. Okay, and towards the end നമ്മൾ പറയാൻ പോകുന്നത് സെക്കൻഡ് ARC റെക്കമെൻഡേഷൻസ് ആണ്. ഓക്കെ, സോ കളക്ടറിൻ്റെ ഇഷ്യൂസ് അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ടു അഡ്രസ് ദി ഇഷ്യൂസ് ഓഫ് ദി കളക്ടർ, പിന്നെ അദ്ദേഹത്തിൻ്റെ റോളും കുറച്ചും കൂടെയൊക്കെ ഒന്ന് എഫക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് കുറേ റെക്കമെൻഡേഷൻസ് സെക്കൻഡ് ARC കൊണ്ടുവന്നിട്ടുണ്ട്. സോ അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്.
The first one is redefining the role of district collector.